നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി മറ്റൊരു വർഷം കൂടി പിറക്കാൻ പോവുകയാണ്. കൊല്ലവർഷം 1202 ഈ വരുന്ന ഓഗസ്റ്റ് 17 ചിങ്ങം 1 പിറക്കുകയാണ്. ജ്യോതിഷവശാൽ 1202 ഒരു വർഷം നോക്കിക്കാണുമ്പം ചില നക്ഷത്രക്കാർക്ക് അതീവ ശുഭകരമാണ് കേട്ടോ. അവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും തീർന്ന് രക്ഷപ്പെടാൻ പോകുന്ന വർഷമാണ്. എന്നാൽ മറ്റു ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാശത്തിൻ്റെ ദോഷത്തിൻ്റെ വർഷം കൂടാണ്. ദോഷമെന്ന് കേൾക്കുമ്പം പേടിക്കേണ്ട. ആ ദോഷം തട്ടാതിരിക്കാനുള്ള പരിഹാരം ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ 27 നക്ഷത്രങ്ങളുടെയും ജ്യോതിഷവശാൽ നമുക്കുള്ള 27 നാളുകളുടെയും അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി തുടങ്ങി രേവതി വരെയുള്ള 27 നാളിൻ്റെയും ഈ വർഷത്തെ പുതുവർഷ പുത്താണ്ട് ഫലങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകളിൽ നിങ്ങളുടെ നാൾ ഏതാണെന്ന് കൃത്യമായി നോക്കി, നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ നാൾ ഏതാണെന്ന് കൃത്യമായി നോക്കി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഭാഗ്യമുള്ള നക്ഷത്രമാണ് എന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട, ഞാൻ പറഞ്ഞത് അതുപോലെ നടക്കും, സർവം മംഗളമായി കിട്ടും. എന്നാൽ ദോഷമുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ, ദോഷമുള്ള നക്ഷത്രമാണ് എന്നുണ്ടെങ്കിൽ പരിഹാരം ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. അത് ചെയ്യാൻ മറക്കരുത്. അത് ചെയ്താൽ ദോഷം ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ആളുകളുടെയും നക്ഷത്രഫലം പുതുവർഷം എന്തായി തീരും എന്നുള്ളത്. ദീർഘിപ്പിക്കുന്നില്ല, ഓരോ നാളുകളായിട്ട് പറയാം. ഇതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു അശ്വതി നക്ഷത്രക്കാരനോ ഒരു അശ്വതി നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ അവരോട് പറയണം കേട്ടോ, പരമശിവനെ പ്രാർത്ഥിക്കാൻ പറയണം. കാരണം ഭഗവാൻ മഹാദേവൻ പരമശിവൻ പ്രസാദിക്കാൻ പോവുക ഇവരുടെ ജീവിതത്തിൽ. ഈ പിറക്കാൻ പോകുന്ന ചിങ്ങം 1202 ചിങ്ങം 1 അശ്വതിക്കാരുടെ ജീവിതത്തിൽ വലിയ സമയമാറ്റം നടക്കാൻ പോവുക. ഇവരുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണെന്ന് പറയുന്ന രീതിയിൽ സൗഭാഗ്യം വരാൻ പോവുക. അശ്വതി നക്ഷത്രക്കാർക്ക് 1202 ജ്യോതിഷഫലം നോക്കുമ്പം ഏറ്റവും കുറച്ച് ദോഷഫലങ്ങളും ഏറ്റവും കൂടുതൽ നേട്ടങ്ങളുമുള്ള നക്ഷത്രമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം ശിവപ്രസാദമാണ് കേട്ടോ. ഭഗവാൻ അനുഗ്രഹിച്ച് നിൽക്കുകയാണ്, രക്ഷപ്പെടും. വീട്ടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ പോയി തൊഴണം കേട്ടോ. ചില വഴിപാടുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം, പറ്റിയാൽ അത് ചെയ്യണം കേട്ടോ. ഏറ്റവും നന്നായി വരുമെന്നാണ് കാണുന്നത്. ഇഷ്ട തൊഴിൽ ലബ്ധി, ഉപരിപഠനത്തിനുള്ള അവസരം, തൊഴിലിലുള്ള വരുമാനം വർദ്ധിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഈ ജോലിയൊക്കെ ലഭിക്കണമെന്ന് കരുതി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർക്ക് അവരാഗ്രഹിച്ചതിലും വലിയ നേട്ടങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, ഈ തടസ്സങ്ങളൊക്കെ മാറി ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനുള്ള യോഗം, എല്ലാത്തിലും ഉപരി ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് കണ്ട് ദൈവമേ ഇതൊന്ന് നടന്നു കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ ഭഗവാനെ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടേനെ എന്ന് പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള യോഗം എന്ന് വേണ്ട, തൊടുന്നതൊക്കെ പൊന്നായിത്തീരുന്ന വർഷമായി ഈ വർഷം മാറുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പുതിയ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ സൗഹൃദ ബന്ധങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ പുതുതായിട്ട് പുലർത്താനും അതിലൂടെയൊക്കെ ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും സന്തോഷം വരുവാനും സാധ്യത കാണുന്ന ഒരു വർഷം കൂടാണ്. കേസ്, കോടതി, നിയമ നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് അതൊക്കെ അവർക്ക് അനുകൂലമായിട്ട് ഫലം വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ പേര്, പ്രശസ്തി, അംഗീകാരം, പുരസ്കാരം ഇതൊക്കെ വന്നു ചേരാനുള്ള യോഗവും അശ്വതിക്ക് കാണുന്നുണ്ട്. ഒരുപാട് കണ്ണീര് കുടിക്കുന്ന അശ്വതിക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഐശ്വര്യമാണ് ഈ 1202
പ്രദാനം ചെയ്യാൻ പോകുന്നത്. വീട്ടിൽ അശ്വതിക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ശിവഭഗവാന്റെ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി തൊഴാൻ പറയണം. ഭഗവാന് കൂവളമാല മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു കൂവളമാല കൊണ്ടുപോയി സമർപ്പിച്ച് തൊഴാൻ പറയണം. 6 മാസം കൂടുമ്പോഴെങ്കിലും ഒരിക്കൽ, അല്ലെ 3 മാസം കൂടുമ്പോഴെങ്കിലും ഒരിക്കൽ ഭഗവാന് ജലധാര നടത്താൻ പറയണം. ആ തിരുനടയിൽ എല്ലാത്തിലും ഉപരിയായി പോയി തൊഴാൻ പറയണം. വേറെ ഒന്നും സമർപ്പിച്ചില്ലെങ്കിലും വെറും കൈയോടുകൂടി ആയാലും വേണ്ടില്ല, പോയി ഭഗവാനെ തൊഴാൻ പറയണം. സർവം ഗംഭീരമാകും, കുതിച്ചുയരും അശ്വതി നക്ഷത്രം. എൻ്റെ പ്രവചനം തെറ്റില്ല, നാവ് പൊന്നാകട്ടെ, അച്ചിട്ടായി വരും എന്നുള്ളതാണ്. നന്നായിരിക്കട്ടെ അശ്വതിക്കാര്, നന്നായി വരും. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പിറക്കാൻ പോകുന്ന 1202 ആണ്ട് ഇവരേറ്റവും കൂടുതൽ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കേണ്ട വർഷമാട്ടോ. ശ്രീ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കേണ്ട വർഷമാട്ടോ. അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം ഇവർക്ക് ഏറ്റവും വേണ്ട ഒരു വർഷമാണ്. കാര്യം മറ്റൊന്നുമല്ല, ഒരുപാട് രീതിയിലുള്ള ശനിദോഷങ്ങൾ ഇവരെ കിടന്ന് ഇങ്ങനെ വരിഞ്ഞു മുറുക്കുന്ന സമയമാണ്. അതിൽ നിന്ന് മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർ അയ്യപ്പനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഒരുപാട് ദോഷങ്ങൾ നീങ്ങുന്ന ഒരു വർഷമായിട്ടാണ് 1202 ആണ്ട് ഭരണിക്ക് കാണുന്നത്. എന്താണ് ദോഷങ്ങൾ നീങ്ങുക എന്ന് പറയുന്നത്? ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശനിപരമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും തീർന്ന് ഒരു ഐശ്വര്യത്തിൻ്റെ തുടക്കം കുറിക്കുന്ന വർഷമായിരിക്കും ഭരണിക്ക്. അത് അയ്യപ്പസ്വാമിയുടെ പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിൽ ഇരട്ടി തിളക്കമാവുമെന്നാണ് പറയുന്നത്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പം ഏതാണ്ട് ഒരു 60-70% നല്ല ഫലങ്ങൾ ഭരണിക്കാർക്ക് കിട്ടുന്നുണ്ട്. ദോഷങ്ങൾ തീരുക, ദുഃഖങ്ങൾ തീരുക എന്നുള്ളതാണ് ഭരണിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം. കടബാധ്യതകൾ, ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പണയബാധ്യതകൾ, ഇതൊക്കെ തീർക്കാനായിട്ടുള്ള അവസരം കിട്ടുമെന്നാണ് പറയുന്നത്. സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ലാഭം കൂടും, അല്ലെങ്കിൽ ലാഭം ഇരട്ടിക്കാനുള്ള സാധ്യത വരെ കാണുന്നുണ്ടെന്നാണ് കൃത്യമായി കാണാൻ സാധിക്കുന്നത്. മത്സര പരീക്ഷകൾ, PSC പരീക്ഷകൾ, സിവിൽ സർവീസ് പ്രിപ്പറേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് വിദ്യ കൊണ്ട് വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന പല പ്രയത്നങ്ങളും ഈശ്വര കൃപയാൽ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു കാലം കൂടാണ് വന്നു ചേരാൻ പോകുന്നത്. അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാ ദിവസവും അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കണം. വിളക്ക് വെക്കുമ്പം പ്രാർത്ഥിക്കണം. അയ്യപ്പൻ്റെ കോവിൽ വീട്ടിനടുത്തുണ്ടെങ്കിൽ അയ്യപ്പൻ്റെ കോവിലിൽ പോയി പ്രാർത്ഥിക്കണം. അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം. ശബരിമല പോകാൻ പറ്റുന്നവരാണ് ഈ വർഷം പോകുന്നത് ഏറ്റവും ഗംഭീരമായിരിക്കും. ഈ ചിങ്ങം പിറക്കുന്നതോടുകൂടി ഭരണി നക്ഷത്രക്കാരായ സ്ത്രീക്കും പുരുഷനും വിവാഹയോഗം പോലെയുള്ള കാര്യങ്ങൾ, പ്രണയ സാഫല്യം പോലെയുള്ള കാര്യങ്ങൾ, ജീവിതത്തിൽ വഴിത്തിരിവായേക്കാവുന്ന പല രീതിയിലുള്ള ഉയർച്ചയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങൾ, അങ്ങനെ ശുഭകാര്യങ്ങൾക്കുള്ള യോഗവും അധികം വൈകാതെ തന്നെ 1202 തുടങ്ങി അധികം വൈകാതെ തന്നെ ഇവരുടെ ജീവിതത്തിൽ വരികയും ചെയ്യുന്നതാണ്. ഇവർ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യ കാര്യമാണ്. ഭരണിക്കാരോട് ഞാൻ പ്രത്യേകം പറയുന്നു, ആരോഗ്യ കാര്യം ശ്രദ്ധിക്കണം. ചെറിയ വയ്യായ്മയെങ്കിലും, ചെറിയൊരു അസ്വസ്ഥതയെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അത് വെച്ചോണ്ടിരിക്കാതെ ചികിത്സ തേടേണ്ടതാണ്. കാരണം സൂചി കൊണ്ട് എടുക്കേണ്ടത് പിന്നെ തൂമ്പ കൊണ്ട് എടുക്കേണ്ട ഒരവസ്ഥ വരരുത്, വെച്ചോണ്ടിരിക്കരുത്. ഭരണിക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില ക്ലേശങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ചികിത്സകൾ കൃത്യമായിട്ട് എടുക്കുക. ഈ ദോഷം ഏൽക്കാതിരിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിനടുത്ത് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രമുണ്ട് എന്നുണ്ടെങ്കിൽ അയ്യപ്പന് നീല ശംഖുപുഷ്പമാല ചാർത്തി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഗംഭീരമാണ്. നീല ശംഖുപുഷ്പ പൂവ് കൊണ്ട് കെട്ടിയ മാല അയ്യപ്പസ്വാമിക്ക് കൊണ്ടുപോയി കൊടുത്ത് ചാർത്തുക എന്നുള്ളത് ഏറ്റവും ഗംഭീരമാണ്. ഇനി അത് പറ്റുന്നില്ല, നീലപ്പൂക്കൾ കൊണ്ട് ശംഖുപുഷ്പമാലയൊന്നും തയ്യാറാക്കാൻ പറ്റുന്നില്ല തിരുമേനി, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യപ്പന് മാസത്തിലൊരിക്കൽ നീരാഞ്ജനം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ 2 കാര്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു മാസത്തിലൊരിക്കൽ ചെയ്യുക. ദോഷങ്ങൾ മാറി നിൽക്കും. ഭരണി നക്ഷത്രക്കാർക്ക് സർവം ഗംഭീരമായി കിട്ടുന്ന ഒരു വർഷമായി മാറുകയും ചെയ്യുന്നതാണ്. ഭരണിക്കാരും പേടിക്കേണ്ട, ദോഷങ്ങളുണ്ട്, ചെറിയ ചെറിയ ദോഷങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും കാണുന്നത്. അതിനുള്ള പരിഹാരമാണ് ഞാൻ പറഞ്ഞു തന്നത്. ചെയ്യുക. വീട്ടിനടുത്ത് ശിവൻ്റെ അമ്പലം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും കൂടെ കഴിപ്പിച്ച് ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോവുക. അപ്പം ഭരണി നക്ഷത്രമാണ് രണ്ടാമത്തെ നാള്. നന്നായിരിക്കട്ടെ. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്.
കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം പരീക്ഷണങ്ങളുടെ വർഷമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വീട്ടിനടുത്ത് ഭദ്രകാളി ക്ഷേത്രമുണ്ട് എന്നുണ്ടെങ്കിൽ മറക്കാതെ പോയി പ്രാർത്ഥിക്കണം കേട്ടോ. ഭദ്രകാളി അമ്മയാണ് നിങ്ങളെ നിലനിർത്താൻ പോകുന്നത്. നിങ്ങളെ ഈ പറയുന്ന പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ വിജയിപ്പിച്ച് അല്ലെങ്കിൽ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ കരകയറ്റാൻ പോകുന്നത് എന്നുള്ളത്. ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസങ്ങൾ കാർത്തികക്കാരെ തേടി വരുന്ന ഒരു ആണ്ടാണ് 1202 ആണ്ട് എന്ന് പറയുന്നത്. എന്ന് കരുതി സർവ്വതും തകർന്നടിയോ അങ്ങനൊന്നുമില്ല. ദോഷങ്ങളൊക്കെ മാറാനുള്ള ഒറ്റമൂലി പ്രയോഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് അതുപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മൊത്തത്തിൽ ഒരു ദോഷസ്ഥാനത്താണ് കാർത്തിക 1202 ആണ്ടിൽ കാണുന്നത്. പക്ഷേ ആ ദോഷങ്ങൾ മാറി നിൽക്കാനുള്ള വഴിയും ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഈ ഒരു ചിങ്ങമാസം കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ചില ഈശ്വരാധീന കുറവുകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള ചിലപ്പം നമ്മൾ തന്നെ ഈശ്വരനെ മറന്ന് ചില പ്രവർത്തികളൊക്കെ ചെയ്യാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉരുത്തിരിഞ്ഞ് വരും. അത് നമുക്കൊരു ഈശ്വരാധീന കുറവ് കൊണ്ടുവരും. ഈശ്വരാധീനം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മനസമാധാനം പോവും, അനർത്ഥങ്ങൾ വരും എന്നുള്ളതാണ്. അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, എല്ലാ മാസവും ഇനി എന്തൊക്കെ തിരക്ക് കിടന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ കിടന്നാലും വീട്ടിനടുത്ത് ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഒരു ഗുരുതി പുഷ്പാഞ്ജലി നടത്തണം. ഗുരുതി വേറെയാണ്, ഗുരുതി പുഷ്പാഞ്ജലി വേറെയാണ്. ഗുരുതി പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലി ഉണ്ട്. നമുക്കൊരു 25-35 രൂപയൊക്കെ ആവുള്ളൂ. നമ്മളിവിടെ 35 അതിന് വാങ്ങുന്നത്. അപ്പം 35 രൂപയാവുള്ളൂ. നിങ്ങൾക്ക് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇത് ചെയ്യാൻ പറ്റും. ചെയ്യണം കേട്ടോ, എല്ലാ മാസവും ചെയ്യണം. നിങ്ങളെ ഏൽക്കുന്ന എല്ലാ രീതിയിലുള്ള ദോഷങ്ങൾ, നിങ്ങളെ വലയ്ക്കുന്ന എല്ലാ രീതിയിലുള്ള ദോഷങ്ങൾക്കും ഒറ്റമൂലിയാണ്. ഒരു ശക്തിയും പിന്നെ തൊടത്തില്ല എന്നുള്ളതാണ്. അല്ല എന്നുണ്ടെങ്കിൽ, ഇതൊന്നും ചെയ്യാതെ വെറുതെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈശ്വരാധീനക്കുറവ് നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ, ദുഃഖങ്ങൾ, ആശുപത്രിവാസം, ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ, പരാജയം, തുടർ പരാജയം എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ നിങ്ങളുടെ മനസ്സമാധാനം പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. കാർത്തികക്കാർ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അച്ഛനമ്മമാർ മുൻകൈ എടുത്ത് ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പല രീതിയിലുള്ള അനർത്ഥങ്ങൾ പിള്ളേരുടെ ശ്രദ്ധയൊക്കെ കളയുന്ന രീതിയിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുതിർന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആയുരാരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ത്വക്ക്, കണ്ണ്, മുട്ട് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില വയ്യായ്മകൾ, അതുമൂലം ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ, ഇതൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഭദ്രകാളി അമ്മയാണ് ശരണം. വീട്ടിൽ നിലവിളക്ക് വെച്ച് എല്ലാ ദിവസവും ഭദ്രകാളിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം കാർത്തികയ്ക്ക് മൊത്തത്തിൽ നോക്കിക്കാണുമ്പം അത്ര ശുഭകരമല്ല കാര്യങ്ങൾ. ദോഷങ്ങൾ കാണുന്നുണ്ട്, എന്നാൽ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ അവിടെ എവിടെയുണ്ട്. പക്ഷേ അതിൻ്റെ പോലും സന്തോഷം അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഭദ്രകാളിയെ പ്രാർത്ഥിക്കൂ, സർവം ഗംഭീരമായി കിട്ടുകയും ചെയ്യും. ധൈര്യമായിരിക്കൂ, ഭദ്രകാളി അമ്മയുണ്ട്, പ്രാർത്ഥിക്കൂ. അടുത്തത് 4ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങളും ഉള്ള ഒരു വർഷമാണ്. ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല ഗംഭീരമായിട്ടുള്ള നേട്ടങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രഭ മങ്ങിക്കുന്ന രീതിയിൽ ചില ദോഷങ്ങളും ഉള്ള ഒരു വർഷം. അപ്പം ഗുണദോഷ സമ്മിശ്രമാണ് രോഹിണി എന്ന് പറയുന്നത്. രോഹിണി നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിനടുത്ത് മഹാവിഷ്ണു ക്ഷേത്രം അല്ലെങ്കിൽ മഹാവിഷ്ണു ഭഗവാന്റെ അവതാര ക്ഷേത്രം ഉണ്ടെങ്കിൽ പോയി തൊഴണം കേട്ടോ. മഹാവിഷ്ണു ഭഗവാന്റെ ഈ ഒരു വർഷം തീരുന്നതിന് മുമ്പ് ഒരു ഗുരുവായൂർ ദർശനമൊക്കെ നടത്തുന്നത് ഏറ്റവും ഗംഭീരമാണ്. ഈ 1202 ആണ്ട് ചിങ്ങം തുടങ്ങത്തില്ലേ, ചിങ്ങം തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഗുരുവായൂരൊക്കെ പോകാൻ പറ്റുമെങ്കിൽ ഒന്ന് പോകണം കേട്ടോ രോഹിണിക്കാർ. വേറെ ഒന്നും കൊണ്ടല്ല, ആ ഒരു ദർശനമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനത്തെ മടക്കി കൊണ്ടുവരും. നേരത്തെ പറഞ്ഞ ദോഷങ്ങളില്ലേ, ആ ദോഷങ്ങളെ തച്ചുടച്ച് കളയും എന്നുള്ളതാണ്. ഞാൻ ഒരു വഴിപാടും പറഞ്ഞുതരാം. അതും പറ്റുമെങ്കിൽ എല്ലാവരും വീട്ടിനടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിലോ വിഷ്ണുവിൻ്റെ അമ്പലത്തിലോ ചെയ്യണം കേട്ടോ. ചെയ്യുകയും കൂടെ ചെയ്താൽ സർവ്വദോഷങ്ങളും മാറും. ഈ ഒരു വർഷം നല്ല വർഷമായി തീരുകയും ചെയ്യും. തൊഴിൽ സംബന്ധമായിട്ട് ഉയർച്ച കാണുന്നുണ്ട് കേട്ടോ. അഭിരുചിക്കനുസരിച്ച് തൊഴിൽ കിട്ടാനായിട്ട്, ഇഷ്ട തൊഴിൽ കിട്ടാനായിട്ട്, തൊഴിലിൽ സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള തൊഴിൽ സ്ഥാനം, ഇതൊക്കെ കിട്ടാനായിട്ടുള്ള യോഗം കാണുന്നുണ്ട്. ധനപരമായിട്ട് ക്ലേശങ്ങളുള്ളതായിട്ട് വരുന്നുണ്ട്. ഈ കയറ്റമൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ വരവിൽ കൂടുതൽ ചിലവ്, അല്ലെങ്കിൽ ചിലവ് നിയന്ത്രിക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ 5 പൈസ മാറ്റി വെക്കാമെന്ന് കരുതുമ്പം 10 രൂപയുടെ ചിലവ് വരുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ ധനപരമായിട്ട് ക്ലേശങ്ങളുണ്ട്. ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ നടന്നു പോകുമെങ്കിലും ഒരു മിച്ചമില്ലാത്ത അവസ്ഥ. ദൈവമേ, ഞാൻ ഇത്രയും കിടന്ന് അധ്വാനിച്ചിട്ട് എനിക്ക് അവസാനം ഒന്നും നീക്കിയിരിപ്പില്ലല്ലോ, മിച്ചമില്ലല്ലോ, വന്നതെല്ലാം വെള്ളം പോലെ തീർന്നു പോവുകയാണല്ലോ എന്നുള്ളൊരു അനുഭവമൊക്കെ ഇവർക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ശരിയാണോ? നിലവിൽ തന്നെ ചിലപ്പം അത്തരത്തിലുണ്ടാകും എന്നുള്ളതാണ്.
അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളുണ്ട്. വിവാഹ തടസ്സം, അതുപോലെ തന്നെ സന്താന ഭാഗ്യത്തിനുള്ള തടസ്സമൊക്കെ നേരിടുന്ന രോഹിണിക്കാരുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുമെന്നാണ് കാണുന്നത്. വിവാഹം നടക്കാനുള്ള യോഗമുണ്ട്, തടസ്സങ്ങൾ മാറുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ആ തടസ്സങ്ങൾ നീങ്ങി ഒരുപാട് സന്തോഷം അലയടിക്കുന്ന ഒരു കാലത്തിലേക്ക് രോഹിണി നക്ഷത്രം നടന്നെടുക്കുന്ന ഒരു സമയം കൂടാണ്. കലാകാരന്മാരായിട്ടുള്ള രോഹിണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കലാമേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രാവീണ്യം തെളിയിച്ച് കലാപരമായിട്ടുള്ള കഴിവുകളിൽ നിൽക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കലാകാരന്മാർക്ക് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. ഒരുപാട് രീതിയിലുള്ള പ്രതിസന്ധികൾ, ചില വ്യക്തികളെ കൊണ്ടുണ്ടാവുന്ന മനപ്രയാസങ്ങൾ, ചില ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ ശത്രുക്കളായി മാറുന്ന ഒരവസ്ഥ, ഇതൊക്കെ രോഹിണിക്ക് കാണുന്നുണ്ട് എന്നുള്ളതാണ്. വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. വീട്ടിനടുത്ത് വിഷ്ണു അമ്പലമുണ്ട് എന്നുണ്ടെങ്കിൽ, മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം ഉണ്ടെങ്കിൽ, മഹാവിഷ്ണു അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് ഒരു സുദർശന പുഷ്പാഞ്ജലി ഈ പുതുവർഷം തുടങ്ങുന്ന സമയത്ത് പോയി ചെയ്യിക്കണം കേട്ടോ. അതായത് ചിങ്ങം 1-ാം തീയതിയോ, അല്ലെ ചിങ്ങം പറക്കുന്നതിന് കർക്കിടകത്തിൻ്റെ അവസാനത്തെ ഒരാഴ്ചയോ, അല്ലെ ചിങ്ങം പിറന്നു കഴിഞ്ഞ ആദ്യത്തെ ആഴ്ചയോ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയി ഒരു സുദർശന പുഷ്പാഞ്ജലി മറക്കാതെ ചെയ്യുക. പറ്റിയാൽ ഭഗവാൻ ഒരു തുളസിമാലയും വാങ്ങിച്ചാർത്തുക. ദോഷങ്ങളൊക്കെ പമ്പ കടക്കും. സുദർശന പുഷ്പാഞ്ജലി പറ്റിയാൽ ഒരു 3 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയി ചെയ്യുക. ചിലരൊക്കെ മാസാമാസം ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്താലും ഏറ്റവും നല്ലത് തന്നെയാണ്. ഒന്നുകിൽ മാസാമാസം സുദർശന പുഷ്പാഞ്ജലി ചെയ്യുക, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ, ഒരു വർഷം 4 തവണ സുദർശന പുഷ്പാഞ്ജലി ചെയ്യുക. തീരെ കുറച്ച് പൈസയേ ആവുള്ളൂ, 50 രൂപയിൽ താഴെ ആവുള്ളൂ. തീർച്ചയായിട്ടും അത് രോഹിണിക്കാർ ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷങ്ങൾക്കൊക്കെ അറുതിയുണ്ടാകും, സർവം ഗംഭീരമായി കിട്ടുകയും ചെയ്യുന്നതാണ്. ഇപ്പം രോഹിണിയാണ് 4ാമത്തെ നക്ഷത്രം. അടുത്തത് 5ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകയിരം നക്ഷത്രമാണ്. മകയിരംകാരെ സംബന്ധിച്ചിടത്തോളം ഇനി അനുഭവിക്കാനൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് മകയിരംകാരുടെ ജീവിതം നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ മകയിരംകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അല്ല, നിങ്ങൾ തന്നെയാണ് മകയിരംകാരെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇനി അനുഭവിക്കാനൊന്നുമില്ല എന്ന് പറയും. നിങ്ങൾ തന്നെ സ്വയം പറഞ്ഞു പോവും, ഇത്ര ശരിയാണ്, ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല. എല്ലാം കണ്ട് ദുരിത പെയ്ത്തായിരുന്നു ജീവിതത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട്. ശനിയുടെ പ്രശ്നങ്ങൾ, ദോഷങ്ങൾ, ജീവിതത്തിൽ എന്തിനിറങ്ങി തിരിച്ചാലും തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, വിഘ്നങ്ങൾ, കലഹങ്ങൾ, ജീവിതത്തിൽ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം, ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാൻ പോയില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദുരിതമേൽപ്പിക്കുന്ന ആളുകളുടെ എണ്ണം എന്നിങ്ങനെ വേണ്ട, എന്നും ദുരിതങ്ങളും ദുഃഖങ്ങളുമായിരുന്നു മകയിരംകാർക്ക്. ആ ഒരു കാര്യത്തിൽ മാറ്റമുണ്ടാകും എന്നാണ് കാണുന്നത്. 1202 ആണ്ട് പിറക്കുമ്പം കാര്യങ്ങൾ മെച്ചപ്പെടും, അല്ലെങ്കിൽ ബെറ്റർ ആകും എന്നുള്ളതാണ് കൃത്യമായിട്ട് മകയിരം നക്ഷത്രത്തിന് കാണാൻ സാധിക്കുന്നത്. മകയിരംകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 1202 ആണ്ട് പിറക്കുമ്പം നിങ്ങളെല്ലാവരും വീട്ടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കണം കേട്ടോ. ശിവനാണ് നിങ്ങളുടെ എല്ലാത്തരം വിജയത്തിന് പിന്നിലുമെന്ന് ഉറച്ചു വിശ്വസിച്ചോളൂ. ശിവഭഗവാനേ ഉള്ളൂ നിങ്ങൾക്ക് ആശ്രയം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് വിശ്വസിച്ചോളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം, ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരാൻ പോകുന്നത് എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ശിവപ്രീതിയുടെ ദിവസങ്ങളായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ശിവപ്രീതി വന്നു തുടങ്ങിയാൽ നിങ്ങൾക്ക് കാണാൻ പോകുന്ന ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ ദുരിതപ്പെയ്ത്ത് അവസാനിക്കും എന്നുള്ളതാണ്. ദുരിതപ്പെയ്ത്ത് അവസാനിച്ച് എവിടൊക്കെ കണ്ണീര് കെട്ടിക്കിടപ്പുണ്ടോ ആ കണ്ണീരൊക്കെ നീങ്ങി സന്തോഷം ജീവിതത്തിൽ അലയടിക്കും എന്നുള്ളതാണ്. നമ്മൾ എത്ര സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ടും, നമ്മൾ എത്ര കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് അർത്ഥമുണ്ടോ? അതുകൊണ്ട് ആ സന്തോഷം മടങ്ങി വരും എന്നുള്ളതാണ് കൃത്യമായിട്ട് മകയിരം നക്ഷത്രത്തിന് കാണാൻ സാധിക്കുന്നത്. ശാരീരികമായിട്ട് ചില വയ്യായ്മകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, പുതുതായിട്ട് ചില അസുഖങ്ങളൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ പുതുതായിട്ട് അത്തരത്തിൽ ചില വയ്യായ്മകൾ മൂലം ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ മറ്റു പല കാര്യങ്ങളിലും നല്ലതായിട്ടാണ് കാണുന്നത്. ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കും. തൊഴിൽ രംഗത്ത് നേട്ടം കൊയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചെലവുകളൊക്കെ വർദ്ധിക്കുന്നതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയം കാണുന്നുണ്ട്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ ഒരു ഉയർച്ച, അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ വഴി നേട്ടം ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്കൊക്കെ വിദ്യ കൊണ്ട് വിജയം നേടുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ജീവിതത്തിൽ ഒരുപാട് സ്വർണം, പണയം, ബാധ്യത, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കടം വാങ്ങിച്ചത്, ഒരുപാട് കടം കെട്ടിക്കിടക്കുന്നത്, ഇതൊക്കെ ഒന്ന് കുറേശ്ശെ തീർക്കാനായിട്ടുള്ളൊരു യോഗം
തെളിയുന്നതായിട്ടും കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് വൈക്ലഭ്യങ്ങൾ വിഷമങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതിനുള്ള പരിഹാരവും ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം. കൃത്യമായിട്ട് അതങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. മകയിരം നക്ഷത്രക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് കൃത്യമായിട്ട് പറയണം, വീട്ടിനടുത്ത് ഗണപതി ക്ഷേത്രമുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും നിങ്ങളുടെ ശമ്പളം വന്നു കഴിഞ്ഞാൽ, അല്ലെ നിങ്ങൾ ജോലി ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ മാസവും മുടങ്ങാതെ ആ ഒരു ധനത്തിൽ നിന്ന് ഒരു വീതം എടുത്ത് നിങ്ങൾ വീട്ടിനടുത്ത് ഗണപതി അമ്പലത്തിൽ പോയി ഗണപതിക്ക് 11 നാളികേരം വാങ്ങിച്ച് എല്ലാ മാസവും അടയ്ക്കണം കേട്ടോ. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എല്ലാ മാസവും ഈ ചിങ്ങം മുതൽ അങ്ങോട്ട് അടുത്ത കർക്കിടകം തീരുന്നത് വരെയുള്ള എല്ലാ മാസവും ഗണപതിക്ക് 11 നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും, ദോഷം അലയടിക്കാനുള്ള സാധ്യതയുണ്ട്. ദോഷങ്ങളില്ലാതെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറി നേരത്തെ പറഞ്ഞ സന്തോഷം അലയടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തു പോവുക. മകയിരംകാർ രക്ഷപ്പെടും, ജീവിതത്തിൽ ഐശ്വര്യം വരും, ഭഗവാൻ മുന്നിൽ നിന്ന് നയിക്കും, സർവം മംഗളമാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു തിരുവാതിര നക്ഷത്രക്കാരനോ ഒരു തിരുവാതിര നക്ഷത്രക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെടുത്ത് പറയണം, വീട്ടിനടുത്ത് ദുർഗാ ഭഗവതി ക്ഷേത്രമുണ്ടെങ്കിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട്. കാരണം മറ്റൊന്നുമല്ല, തിരുവാതിര നക്ഷത്രക്കാരെ നശിപ്പിക്കാനായിട്ട് ഒരുപാട് രീതിയിലുള്ള ചെയ്ത്ത് ദോഷങ്ങളും പ്രാക്കും കണ്ണേറും എരിച്ചിലും ഇവരുടെ നാശം കാണണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ ചുറ്റുമുള്ള ആളുകളുടെ അടുക്കാണ് ഇവർ ജീവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇത്തരത്തിൽ ദുഷ്ടശക്തികളുടെ ഒരുപാട് രീതിയിലുള്ള ഉപദ്രവം, ദുഃഖമൊക്കെ ഏൽക്കേണ്ട ഒരവസ്ഥ വരുന്നതായിട്ട് കാണുന്നുണ്ട്. തിരുവാതിര നാളുകാർക്ക് എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നതായിട്ട് കാണുന്ന ഒരു വർഷമാണ്. അതിനുള്ള ഒറ്റമൂലിയാണ് ഞാൻ പറഞ്ഞത്. ദുർഗാ ഭഗവതി ക്ഷേത്രം വീട്ടിനടുത്ത് എവിടാണോ ഉള്ളത് അവിടെ പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്. ദുർഗാ ഭഗവതി നിങ്ങളെ എല്ലാ ദോഷങ്ങളിൽ നിന്നും രക്ഷിക്കും എന്നാണ് കൃത്യമായി കാണാൻ സാധിക്കുന്നത്. തിരുവാതിരക്കാരെ സംബന്ധിച്ചിടത്തോളം 1202 ആണ്ട് ഒരുപാട് രീതിയിലുള്ള ഇത്തരത്തിലുള്ള ശത്രുദോഷങ്ങളും ഇത്തരത്തിലുള്ള പ്രാക്കേറ് ദോഷങ്ങളും ഒക്കെയുള്ള സമയമായിട്ടാണ് കാണുന്നത്. പല സ്ഥലത്തും തൊഴിൽ രംഗത്തായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രവൃത്തി മേഖലയിലായിക്കൊള്ളട്ടെ, എവിടോട്ട് തിരിഞ്ഞാലും ഈ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം വല്ലാതെ വലയ്ക്കുന്ന ഒരു നക്ഷത്രമാണ് എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളൊക്കെ വരുന്നുണ്ട്. മക്കളെ കൊണ്ടുള്ള ഉയർച്ച കാണാനുള്ള അവസരം, ജീവിതത്തിൽ ഒരുപാട് സ്വപ്നം കണ്ട ചില കാര്യങ്ങളുടെ ആഗ്രഹ സാഫല്യ സാക്ഷാത്കാരം, ജീവിതത്തിൽ വളരെ വിലപ്പെട്ട ചില വസ്തുക്കൾ സ്വന്തമായിട്ട് വാഹനം, വീട്, വസ്തുവകകൾ, വിലപ്പെട്ട ആഭരണം, ഇതൊക്കെ സ്വന്തമാക്കാനായിട്ടുള്ള അവസരം, ഇതൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തെളിഞ്ഞു വരുമ്പോഴും ഇതിൻ്റെ ഒക്കെ ഇടയിൽ മനസ്സമാധാനം തകർക്കുന്ന രീതിയിൽ, ഒരു സന്തോഷം വന്നാൽ അതിന് ഇരട്ടി ദുഃഖം വരുന്ന രീതിയിൽ ഈ പ്രാക്കും വിളിയും ഏൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വീട്ടിനടുത്ത് ദുർഗാക്ഷേത്രം ഉണ്ടെങ്കിൽ പോയി പ്രാർത്ഥിക്കണമെന്ന്. ദുർഗാ ഭഗവതിയെ പ്രാർത്ഥിക്കുന്ന ഒരുവൾക്ക് ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ പമ്പ കടക്കുമെന്ന് കാണാൻ സാധിക്കുന്നത്. നല്ലതുണ്ട്, ആ നല്ലതിനെ ഈ ദോഷങ്ങൾ വന്ന് അതിനെ കെടുത്തിക്കളയാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് കൃത്യമായിട്ട് പറഞ്ഞത്. വീട്ടിനടുത്ത് ദുർഗാ അമ്പലം ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും, എല്ലാ മലയാള മാസവും കണക്ക് വെച്ചോളൂ, ഈ ചിങ്ങം മുതൽ എല്ലാ മലയാള മാസവും പോയി ഒരു രക്തഹാരം ഭഗവതിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. ഒരു ചുവന്ന പൂക്കൾ കൊണ്ട് കെട്ടിയ മാല, അതാണ് രക്തഹാരം എന്ന് ഉദ്ദേശിച്ചത്, അത് കൊണ്ടുപോയി ഭഗവതിക്ക് ചാർത്തി ഐശ്വര്യമായിട്ട് എല്ലാ മലയാള മാസവും പ്രാർത്ഥിക്കുക. ഇനി നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലോ ബന്ധത്തിലോ ഉള്ള ആരെങ്കിലും നിങ്ങളുടെ പേരിൽ അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുത്താലും മതി. ഒരു അർച്ചനയും കൂടെ എഴുതിച്ച് ഈ മാലയായിട്ട് അങ്ങ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഗംഭീരമായി എന്നുള്ളതാണ്. വിട്ടുപോകരുത് കേട്ടോ. തിരുവാതിരക്കാർ വീട്ടിലോ പരിചയത്തിലോ ഉണ്ടേ പറയുക, ഇത് ചെയ്ത് മുന്നോട്ട് പോവുക, സർവം ഗംഭീരമായി കിട്ടുന്നതാണ്. നിസ്സാരമായിട്ട് കളയരുത്. ഗുണങ്ങൾ ഒരുപാടുള്ള നക്ഷത്രമാണ് തിരുവാതിര. പക്ഷേ ആ ഗുണത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ശക്തികളുടെ ഇടപെടലുകളും ഒരുപാടുണ്ട് എന്നുള്ളതാണ്. ആ ദോഷങ്ങൾ മാറ്റാനായിട്ടാണ്
ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. ജീവിതത്തിൽ പഠിക്കുന്ന മക്കൾക്കൊക്കെ നല്ല വിജയം കിട്ടും കേട്ടോ. തിരുവാതിരക്കാർക്ക് ധൈര്യമായിട്ടിരിക്കുക. തിരുവാതിരക്കാർ മക്കളൊക്കെ ഉള്ള അച്ഛനമ്മമാർക്ക് അഭിമാനിക്കാനായിട്ടുള്ള അവസരം കിട്ടും. ഇഷ്ട തൊഴിൽ ലബ്ധിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. വിവാഹം, പ്രണയസാഫല്യം, സന്താനഭാഗ്യം, കച്ചവട വിജയം ഇതൊക്കെ കാണുന്ന സമയമാണ്. പക്ഷേ ഇത്തരം വിജയങ്ങളൊക്കെ ഉള്ളപ്പോഴും അതിൻ്റെ നിറം മങ്ങിപ്പോകുന്ന രീതിയിലുള്ള ദോഷങ്ങൾ നേരത്തെ പറഞ്ഞത് മറ്റാളുകളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, അല്ലെങ്കിൽ മിത്രങ്ങളായി നടിക്കുന്ന ശത്രുക്കളിൽ നിന്നൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള പരിഹാരമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പം തിരുവാതിരയാണ് അടുത്ത നക്ഷത്രം. അടുത്തത് പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രം എന്ന് പറയുന്നത് 1202 ആണ്ടിൽ ഈ പിറക്കാൻ പോകുന്ന പുതുവർഷത്തിൽ ഏറ്റവും നേട്ടം കൊയ്യാൻ പോകുന്ന നക്ഷത്രങ്ങളിലൊന്നാണ്. ഏറ്റവും നേട്ടം കൊയ്യാൻ പോകുന്ന നക്ഷത്രം. സാക്ഷാൽ ഭഗവാൻ മുരുകൻ അനുഗ്രഹിച്ച് നിൽക്കുകയാണ് പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. ഭഗവാന്റെ ഒരു അനുഗ്രഹം നിങ്ങൾ തൊട്ടറിയാൻ പോവുകയാണ് പുണർദം നക്ഷത്രക്കാർ കേട്ടോ. പുണർദം നക്ഷത്രക്കാർക്ക് വാരിക്കോരി ഭഗവാൻ അനുഗ്രഹിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ഇരുണ്ട ജീവിതങ്ങളിൽ മുങ്ങിക്കിടക്കുന്ന ഈ പുണർദം നക്ഷത്രക്കാരെയൊക്കെ എനിക്കറിയാം. ഒരുപാട് പേരുണ്ട് പുണർദം നാളുകാർ. ഒരുപാട് ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, ഒരുപാട് ദുഃഖ മനോഭാവത്തിൽ അല്ലെങ്കിൽ ഒരു മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, ജീവിതത്തിൽ വല്ലാത്ത ഒരു സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പുണർദംകാരുണ്ട്. അവരോടൊക്കെ പറയുകയാണ്, നിങ്ങളുടെ കഷ്ടപ്പാടും അധ്വാനവും ഈശ്വര തീരുമാനങ്ങളും ഒക്കെ നിങ്ങൾക്ക് വിജയമായിട്ട് വരാൻ പോവുക കേട്ടോ. ഈശ്വരനെ നിരക്കുന്ന രീതിയിലാണ് പുണർദംകാർ ജീവിതത്തിൽ ഇന്ന് വരെ ജീവിച്ചിട്ടുള്ളത്. ഒരുപാട് പേര് ഉപദ്രവിക്കാൻ വന്നപ്പോഴും ഭഗവാനെ എന്നേ വിളിച്ചിട്ടുള്ളൂ. ഒരിക്കലും തിരിച്ചു വായിക്കുവാ പറയാൻ പോലും പുണർദംകാർ പോയിട്ടില്ല. ഈശ്വരനെ വിളിച്ച് ഒതുങ്ങി അങ്ങ് ജീവിക്കുകയാണ് പുണർദംകാരെന്ന് പറയുന്നത്. അവർക്ക് ആ ഭഗവാൻ വിളി കേട്ടു കേട്ടോ. ആ വിളി കേട്ടിരിക്കുന്നത് സാക്ഷാൽ സുബ്രഹ്മണ്യൻ, സ്കന്ദൻ, പൊന്നുതമ്പുരാനാണ് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. വീട്ടിനടുത്ത് മുരുകൻ്റെ അമ്പലം ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും പോയി തൊഴണം കേട്ടോ. എല്ലാ മാസവും മുടങ്ങാതൊരു തീയതി വെച്ച് മുരുകൻ്റെ അമ്പലത്തിൽ പോയി തൊഴണം. ഇനി അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല, അന്യനാട്ടിലാണല്ലേ, ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ, തിരക്കുകൾക്കിടയിൽ തീരെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരു മുരുക ചിത്രം വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിലോ പൂജാമുറിയിലോ വെച്ച് ദിവസവും അവിടെ ഒരു വിളക്ക് വെറ്റിക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ അനുഗ്രഹിച്ച് നിൽക്കുകയാണ്. ചോദിക്കുന്നത് എന്തും തരും. അതായത് ആ രീതിയിലാണ് ശ്രീ മുരുകൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ 10 ആഗ്രഹിക്കുമ്പം 100 തരുന്ന ദേവനാണ് ശ്രീ മുരുകൻ എന്ന് പറയുന്നത്. ആ മുരുകൻ പ്രസാദിച്ച് നിൽക്കുകയാണ്. പുണർദം രക്ഷപ്പെടും, എഴുതി വെച്ചുകൊള്ളൂ. എൻ്റെ നാവ് പൊന്നാകട്ടെ, സർവം ഗംഭീരമാകും. ജീവിതത്തിൽ വിജയങ്ങളാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും വിജയം, അംഗീകാരം, പുരസ്കാരം, പ്രശംസ എന്നൊക്കെ നേടാൻ സാധിക്കും. ഏത് കാര്യത്തിൽ നിന്നും ധനനേട്ടം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രധാന ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ നിറവേറും എന്നുള്ളത് കാണുന്നുണ്ട്. ജീവിത പങ്കാളി മൂലം ചില ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. പൂർവിക സ്വത്ത് സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നേട്ടമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ശത്രുക്കളുടെ ചില ഉപദ്രവങ്ങളൊക്കെ അവർക്ക് തന്നെ തിരിച്ചടിച്ച് നമ്മളോട് വന്ന് മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ പുണർദംകാർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ വരും. ശത്രുനാശമൊക്കെയാണ് കാണുന്നത്. ഒരുപാട് ഉപദ്രവിച്ച ശത്രുക്കളൊക്കെ മുട്ടുമടക്കും പുണർദംകാരുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നത്. അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ മൊത്തത്തിൽ ചെന്ന് തൊടുന്നതൊക്കെ ഐശ്വര്യമായി വരും. വീട്ടിനടുത്ത് മുരുകക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ചിങ്ങം പിറക്കുന്ന സമയത്ത്, ചിങ്ങം 1-ാം തീയതിയോ മറ്റോ ഒന്ന് പോയി തൊഴുതിട്ട് ഭഗവാൻ ഒരു പഞ്ചാമൃതമൊക്കെ കഴിപ്പിക്കണം കേട്ടോ. ഈ ഒരു പുണർദം നക്ഷത്രക്കാർ ഭഗവാൻ നല്ല പ്രസാദിച്ച് നിൽക്കുകയാണ്. ഭഗവാൻ എന്ത് ചെയ്താലും അതെല്ലാം 100 മേനി ഫലമായി വരുന്ന ഒരു കാലത്തിലൂടെയാണ് പുണർദം കടന്നു പോകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പിറക്കാൻ പോകുന്ന 1202 ആണ്ട് ഈശ്വര ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ തൊട്ടറിയാൻ പോകുന്ന വർഷമാണ്. എന്താണ് ഈശ്വര ചൈതന്യം തൊട്ടറിയുക എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് പലതും നിങ്ങൾ തിരിച്ചു പിടിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ പിറക്കാൻ പോകുന്ന 1202 ആണ്ട് എന്ന് പറയുന്നത്. ഏത് കാര്യം ചെയ്താലും നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യമാവും, ദൈവമാണല്ലോ എന്നെ ഈ ഒരു കാര്യത്തിൽ രക്ഷിച്ചത്, ഈശ്വരൻ്റെ ഒരു കൃപ കൊണ്ടാണല്ലോ മറ്റാർക്കും പറ്റാതിരുന്നത് എന്നെക്കൊണ്ട് സാധിച്ചത്, എനിക്ക് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത്, എന്നെ ഈ ഒരു യോഗത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയത്, എനിക്ക് വലിയ പരാജയം സംഭവിക്കാമായിരുന്ന ഒരു തീരുമാനത്തിൽ നിന്ന് എന്നെ ഗതിമാറ്റി വിട്ടത് ഈശ്വരനാണല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ഈശ്വരനെ ഓർത്ത് ഈശ്വരന് നന്ദി പറയുന്ന, ഈശ്വര ചൈതന്യത്തെ തൊട്ടറിയുന്ന ദിവസങ്ങളാണ് പൂയംകാർക്ക്
വന്നു ചേരാൻ പോകുന്നത്. പൂയം നക്ഷത്രക്കാര് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കണം കേട്ടോ. ഭഗവാൻ ഗുരുവായൂരപ്പൻ പൊന്നുതമ്പുരാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം പൂയം നക്ഷത്രക്കാർക്ക് ഏറ്റവും ശക്തിയിൽ വന്നു ചേരുന്ന ഒരു കാലമാണ് ഈ 1202 ആണ്ട് പിറക്കുന്നതോടുകൂടി വന്നു ചേരാൻ പോകുന്നത്. സാമ്പത്തിക ഉയർച്ച കൈവരും കേട്ടോ. നല്ല ഫലങ്ങളാണ് പൂയം നക്ഷത്രത്തിന് കാണുന്നത്. സാമ്പത്തിക ഉയർച്ച കൈവരും. കുടുംബജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ സംഭവിക്കും. വളരെ പ്രധാനപ്പെട്ടതാണ് മംഗളകാര്യം എന്ന് പറഞ്ഞാൽ വിവാഹം മാത്രമല്ല, കുടുംബത്തിന് ഒന്നടങ്കം സന്തോഷം നൽകുന്ന എന്തെങ്കിലുമൊക്കെ സംഭവ വികാസങ്ങൾ, കുടുംബത്തിന് ആനന്ദം നൽകുന്ന കുടുംബം ഒന്നടങ്കം ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന ചില വാർത്തകൾ, ചില സംഭവ വികാസങ്ങൾ, ചില പ്രവർത്തികളൊക്കെ നടക്കും എന്നുള്ളതാണ്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ പൂയംകാർ ഒരുപാട് സമയം ചെലവഴിക്കുമെന്നാണ് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. പഠിക്കുന്ന മക്കളൊക്കെ പൂയംകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. PSC, സിവിൽ സർവീസ്, മത്സര പരീക്ഷകൾ, ഇതിലൊക്കെ വിജയങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ ഏത് കാര്യത്തിൽ ചെന്ന് തൊട്ടാലും ഈശ്വര കൃപയാൽ അതൊക്കെ മംഗളമായിട്ട് വരുന്ന ഒരു കാലവും കാണാൻ സാധിക്കുന്നുണ്ട്. സ്ഥിതിയുടെ ദേവനായ നാരായണന്റെ അനുഗ്രഹം പൂയംകാർക്കുണ്ട്. പൂയംകാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ മറക്കാതെ പറയുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ഭഗവാന് തുളസിമാലയും പാൽപ്പായസവും തിരുച്ചിങ്ങം 1-ാം തീയതി നടത്താൻ പറയണം. 1-ാം തീയതി തന്നെ നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരു ആദ്യത്തെ ആഴ്ചക്കകത്ത് നടത്തിയാലും മതി. 1-ാം തീയതി പറ്റുന്നവർ 1-ാം തീയതി തന്നെ പോയി ചെയ്യിക്കണം കേട്ടോ. ചിങ്ങം 1-ാം തീയതി രാവിലെ പോയി ഭഗവാന് തുളസിമാലയും പാൽപ്പായസവും കഴിപ്പിച്ച് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും, തരാനിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കൂ. രക്ഷപ്പെടും. ഭഗവാനുണ്ട് മുന്നിൽ നിന്ന് നയിക്കാൻ. നന്നായി വരും പൂയം നക്ഷത്രം എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യംകാരെ സംബന്ധിച്ചിടത്തോളം പിറക്കാൻ പോകുന്ന 1202 ആണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ ദോഷകാര്യങ്ങളും ഉള്ള ഒരു വർഷമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആയില്യംകാർക്ക് നല്ലതാണോ 1202 ആണ്ട് എന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കും, നല്ലതാണ്. ചീത്തയാണോ എന്ന് ചോദിച്ചാൽ അതും പറയാൻ സാധിക്കും. ഇതാണ് അവസ്ഥ. നല്ലതൊക്കെ ഉണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്, നല്ല മുഹൂർത്തങ്ങൾ വരുന്നുണ്ട്, നല്ല രീതിയിലുള്ള ഉയർച്ചകൾ വരുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞു കഴിയുമ്പം ചില ദോഷങ്ങളും ഇവരെ വലയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നേട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ധനലാഭമുണ്ടാകും എന്ന് കാണുന്നുണ്ട്. തടസ്സങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞ് മുടങ്ങിക്കിടക്കുന്ന ധനം കിട്ടുക, ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് പ്രതീക്ഷയിലും വലിയ ധനലാഭമുണ്ടാകുക, ധനപരമായിട്ട് ചില നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുക, പണം ഇറക്കി ബിസിനസ് ചെയ്യുന്നവർക്ക് ആ പണം അവർ ആഗ്രഹിച്ചതിലും കൂടുതലായിട്ട് തിരിച്ചു വരിക, അത്തരത്തിൽ ധനപരമായിട്ട് നല്ല നേട്ടങ്ങളുണ്ട്. അതുപോലെ ജീവിതത്തിലെ ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഇത്രയും കാലം ഇങ്ങനെ ആലോചിച്ച് വേണോ എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ചില തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കാനും മുന്നോട്ട് പോകുമ്പം ആ തീരുമാനങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തിലെ അപേക്ഷിച്ച് ജീവിതത്തിൽ തൊഴിൽപരമായിട്ട് നല്ല രീതിയിലുള്ള മനസ്സമാധാനവും നേട്ടവും ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആയില്യംകാർക്ക് ശത്രുദോഷം കടുക്കും എന്നുള്ളതാണ്. ശത്രുവിനെ കൊണ്ടുള്ള നിരന്തര ശല്യം ഉണ്ടാവും, പൊറുതി മുട്ടും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇത് കേൾക്കുമ്പം പേടിക്കണ്ട, ഞാൻ ഇതിനൊക്കെയുള്ള ഒറ്റമൂലി പരിഹാരവും ഞാൻ ആയില്യംകാർക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം എന്നുള്ളതാണ്. അത് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില ആരോഗ്യ പ്രശ്നങ്ങൾ, വീഴ്ചകൾ, അപകടങ്ങൾ, ഇതിനൊക്കെയുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്ന ഒരു വർഷമാണ് 1202 ആണ്ട് എന്ന് പറയുന്നത്. വീട്ടിൽ ആയില്യംകാരുണ്ട് എന്നുണ്ടെങ്കിൽ വാഹനം കൈകാര്യം ചെയ്യുന്നവർ, സാഹസികമായിട്ടുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്നവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് പറയണം കേട്ടോ. ഞാനൊരു 1-2 വഴിപാട് പറഞ്ഞുതരാം. ഇത് നിർബന്ധമായിട്ട് ആയില്യംകാർ ചെയ്യണം. ഒന്ന്, ശിവക്ഷേത്രത്തിൽ എത്രയും വേഗം ഈ ഒരു ചിങ്ങം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. വീട്ടിനടുത്ത് ദേവീക്ഷേത്രം, ഭഗവതി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയൊരു രക്തപുഷ്പാഞ്ജലിയും ആയില്യംകാരുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് ചെയ്യുക. രക്തപുഷ്പാഞ്ജലിയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നിർബന്ധമായിട്ടും ഇവർ ചെയ്തിട്ടുണ്ടാവണം. പറ്റുമെങ്കിൽ എല്ലാ മാസവും ഒരു രക്തപുഷ്പാഞ്ജലി ദേവീക്ഷേത്രത്തിൽ നടത്തുന്നതും ആയില്യംകാർക്ക് ഏറ്റവും നല്ലതാണ്. കാര്യം മറ്റൊന്നും കൊണ്ടല്ല, പല രീതിയിലുള്ള ശത്രുക്കളെ കൊണ്ടുള്ള അനർത്ഥങ്ങൾ, പല രീതിയിൽ നമ്മളുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ വിതയ്ക്കുന്ന പെരുമാറ്റങ്ങൾ, സങ്കടം വിതയ്ക്കുന്നത് ഒക്കെയുള്ള കാര്യങ്ങൾ, ചില ദുഃഖ വാർത്തകൾ അവർ മൂലം ഉണ്ടാവുന്നത്, ഇതൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടി, അതൊക്കെ മാറി നേരത്തെ പറഞ്ഞ സൗഭാഗ്യങ്ങൾ മാത്രം നിലനിന്ന് 1202 ആണ്ട് സൗഭാഗ്യ വർഷമായി തീരാൻ വേണ്ടിയാണ്
ഈ പറഞ്ഞത്. അപ്പം ആയില്യത്തിന് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്. ആയില്യംകാർ ശിവഭഗവാനെയും അമ്മ ഭദ്രകാളിയും പ്രാർത്ഥിക്കൂ, നന്നായി വരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 1202 നല്ലോണം ശോഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് മകം നക്ഷത്രം ശോഭിക്കും എന്ന് പറയുന്നത്? സംഭവം മറ്റൊന്നുമല്ല, ഏത് കാര്യത്തിൽ മകം നക്ഷത്രക്കാർ പോയി തൊട്ടാലും അതെല്ലാം ഐശ്വര്യമായി തീരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് 1202 പിറന്നു കഴിഞ്ഞാൽ മകം നക്ഷത്രക്കാരെ കൊണ്ട് പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുക, മകം നക്ഷത്രക്കാരെ കൊണ്ട് കല്ലിടിയിക്കുക, മകം നക്ഷത്രക്കാരെ കൊണ്ട് തീരുമാനങ്ങളുടെ അവസാന വാക്കെടുപ്പിക്കുക, മകം നക്ഷത്രക്കാരെ കൊണ്ട് ചില കാര്യങ്ങൾ തുടങ്ങുമ്പോൾ അതിനുള്ള കൈനീട്ടം കൊടുക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. വീട്ടിൽ ധനപരമായിട്ടുള്ള ഇടപാടുകൾക്ക് കൈനീട്ടം കൊടുക്കാൻ ഏറ്റവും നല്ല നക്ഷത്രം മകം നക്ഷത്രമാണ് എന്നുള്ളത്. അങ്ങനെ ശുഭകാര്യങ്ങൾക്ക് ഉതകുന്ന നക്ഷത്രമായി മകം തെളിഞ്ഞു നിൽക്കുക കേട്ടോ. മകം നാളുകാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് നിർബന്ധമായിട്ടും പറയണം, വീട്ടിനടുത്ത് മഹാവിഷ്ണു അമ്പലം ഉണ്ടെങ്കിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കാൻ പറയണം. ഭഗവാന്റെ നാരായണൻ്റെ ഒരു ചൈതന്യം മകം നക്ഷത്രക്കാർക്കുണ്ട് കേട്ടോ. ഒരുപാട് ദുഃഖങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മകം നക്ഷത്രത്തിന് തീരുന്ന ഒരു വർഷമാണ് 1202. ഒരുപാട് ഒറ്റപ്പെടലുകൾ, വിഷമങ്ങൾ, മാനസിക സംഘർഷങ്ങൾ ഒക്കെ നിലവിൽ മകം നക്ഷത്രക്കാർക്കുണ്ട്. അതൊക്കെ മാറുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ധനമിടപാടുകളൊക്കെ ചെയ്യുന്നവരൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചില പറ്റിക്കപ്പെടാനായിട്ട്, പണം മോഷണം പോകാനായിട്ടൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പം ധനപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കയ്യിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവർ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, സ്വർണം, ആഭരണം, പണം പോലെയുള്ള കാര്യങ്ങൾ കയ്യിൽ നിന്ന് മോഷണം പോകാതിരിക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് മകം നക്ഷത്രത്തിന് ഗുണഫലങ്ങളാണ് ഏതാണ്ട് 90% കാണാൻ സാധിക്കുന്നത്. ദാമ്പത്യ സൗഖ്യം ഉണ്ടാവും, കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും, കുടുംബജീവിതത്തിൽ വിലപിടിപ്പുള്ള പല സമ്മാനങ്ങളും ഭാര്യാഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. നല്ല വിലപിടിപ്പുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ, ഒരുപാട് ചിന്തകളൊക്കെ ഉള്ളവരാണ് മകം നക്ഷത്രക്കാർ. ആ ചിന്തകളൊക്കെ അങ്ങ് മാറി ജീവിതം ഒന്ന് നല്ല തെളിഞ്ഞ് സുന്ദരമായിട്ട് വരുന്ന ഒരു വർഷമായി 1202 മാറും. നന്നായി വരും. വീട്ടിനടുത്ത് ഭഗവാന്റെ ക്ഷേത്രം, മഹാവിഷ്ണു അമ്പലം ഉണ്ട് എന്നുണ്ടെങ്കിൽ മഹാവിഷ്ണു ഭഗവാന് ഒരു തുളസിമാല കൊണ്ടുപോയി ചാർത്തണം. ഒരു പറ്റിയാൽ ഒരു പാൽപ്പായസവും കഴിപ്പിച്ച് ഭഗവാനെ തൊഴണം. സർവം ഗംഭീരമായി കിട്ടും മകം നക്ഷത്രത്തിന്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. ഈ പൂരം നക്ഷത്രക്കാരുടെ കാര്യം ബഹുരസമാണ്. മറ്റൊന്നും കൊണ്ടല്ല, പൂരം നക്ഷത്രക്കാർക്ക് ചിങ്ങം, കന്നി, തുല ആദ്യത്തെ 3 മാസം കഷ്ടകാലം പിടിച്ച മാസവും അത് കഴിഞ്ഞ് അതിൻ്റെ ഇരട്ടിക്ക് വെച്ച് ഉയർച്ചയും കിട്ടുന്ന ഒരു സമയമാണ് 1202 എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു 3 മാസം പൂരംകാർ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. അതങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൂരംകാർക്ക് ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടാവില്ല. വലിയ രീതിയിലുള്ള സൗഭാഗ്യം പൂരത്തെ തേടി വരും എന്നുള്ളതാണ്. ആദ്യത്തെ 3 മാസം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്, ചില രീതിയിലുള്ള സമയദോഷങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവും. ഒരു സമയത്ത് ചില അപകടങ്ങൾ, ചില വീഴ്ചകൾ, ജീവിതത്തിൽ ചില തീരുമാനങ്ങളുടെ പരാജയം, അതുമൂലമുണ്ടാകുന്ന കടുത്ത മനോവിഷമം, അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങൾ കൈവഴുതി പോകാനുള്ള ഒരവസ്ഥ, കിട്ടി എന്നൊരവസ്ഥയിൽ നിന്ന് കിട്ടിയില്ല എന്നായി പോകുന്ന ഒരവസ്ഥ, പല കാര്യങ്ങളും നല്ലവനെന്ന് കരുതി എടുത്തത് സ്വന്തമായിട്ട് തന്നെ വിനയായിട്ട് വന്നിരിക്കുന്ന ഒരു സമയമൊക്കെ വൃശ്ചികം പിറക്കുന്നത് വരെയുള്ള ചിങ്ങം, കന്നി, തുലാം ഈ 3 മാസങ്ങളിൽ പൂരംകാർക്കുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പം കാര്യങ്ങൾ ഗംഭീരമാകും എന്നുള്ളതും കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് പൂരംകാർ ആദ്യത്തെ 3 മാസം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. എന്നാൽ ആ 3 മാസം കഴിഞ്ഞ് കഴിയുമ്പം ജീവിതത്തിൽ മംഗളകാര്യങ്ങളുടെ ദിനങ്ങളാണ് വരുന്നത്. സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടും. ദീർഘകാലമായിട്ട് ആഗ്രഹിച്ച് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വിജയത്തിലെത്തപ്പെടും. ജീവിതത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ചില ഫാമിലി തീരുമാനങ്ങൾ, കുടുംബപരമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ടാകും. അത് ഇവരുടെ ജീവിതത്തിന് വലിയ ആശ്വാസവും ജീവിതത്തിന് വല്ലാത്തൊരു ഉയർച്ചയൊക്കെ കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. അതെല്ലാം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള നല്ല ഉയർച്ച, ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ ഒരു തുണ, സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച, ഇതെല്ലാം കൂടെ ചേർന്ന് ജീവിതം ഒന്ന് അടിമുടി മാറുന്ന സമയമായിട്ട് പൂരം നക്ഷത്രത്തിന് കാണാൻ സാധിക്കുന്നുണ്ട്. മക്കൾ വഴി ചില സന്തോഷങ്ങൾ പൂരം നക്ഷത്രക്കാരായിട്ടുള്ള അച്ഛനമ്മമാർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ മക്കൾ വഴി അത്തരത്തിലുള്ള സന്തോഷം കുടുംബത്തിൻ്റെ മൊത്തം ഉയർച്ചയ്ക്ക് കാരണമാകുന്നതായും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സമയമാണ് പൂരം നക്ഷത്രക്കാർക്ക് എന്ന് പറയുന്നത്. വീട്ടിൽ പൂരം നാളുകാരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് പറയുക,
ധൈര്യമായി ഇരുന്ന് മുന്നോട്ട് പോകാൻ പറയുക. പൂരം നക്ഷത്രക്കാർക്ക് ശിവഭഗവാന്റെ അനുഗ്രഹമുണ്ട്, ഭഗവാൻ നാരായണന്റെ അനുഗ്രഹമുണ്ട്. ശിവനാരായണന്മാർ രണ്ടുപേരുടെ അനുഗ്രഹം, ശങ്കരനാരായണന്റെ അനുഗ്രഹം ഉണ്ട് എന്ന് പറയുന്നത് പോലെ ശിവനാരായണന്മാരുടെ രണ്ടുപേരുടെ അനുഗ്രഹം ഒരുപോലുണ്ട്. അതുകൊണ്ട് തന്നെ ചെന്ന് തൊടുന്നതൊക്കെ സൗഭാഗ്യമായി തീരും. വീട്ടിനടുത്ത് ശിവക്ഷേത്രം, വിഷ്ണു അമ്പലം ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോയി പ്രാർത്ഥിക്കുക. ശിവഭഗവാന് ജലധാര മുടങ്ങാതെ എല്ലാ മാസവും നടത്താമെന്നുണ്ടെങ്കിൽ പൂരംകാർക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നന്നായിരിക്കും. ആയുർബലം കൂടും, ആയുരാരോഗ്യ സൗഖ്യം കൂടും. അത് വീടിന് മൊത്തത്തിൽ ആയുർബലമായി തീരുകയും ചെയ്യും. അപ്പോൾ പറ്റുന്നെങ്കിൽ എല്ലാ മാസവും ജലധാര മുടങ്ങാതെ നടത്തുക, സർവം ഗംഭീരമാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പിറക്കാൻ പോകുന്ന 1202 ആണ്ട് ഒരുപാട് നേട്ടങ്ങളുടെ ഒരു മാസമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചെറിയ ചെറിയ ദോഷങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതിനുള്ള പരിഹാരവും ഞാൻ പറഞ്ഞു തരാം. ആ പരിഹാരം അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ദോഷങ്ങൾ അങ്ങ് മാറി നിൽക്കും, മൊത്തത്തിൽ ഗംഭീരമായി കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ ഉത്രംകാരനോ ഉത്രംകാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം, വീട്ടിനടുത്ത് ഭദ്രകാളി അമ്പലം ഉണ്ടെങ്കിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കാൻ പറയണം കേട്ടോ. ഭദ്രകാളി അമ്മയുടെ ഒരു അനുഗ്രഹം ഇവർക്ക് വേണ്ടുവോളം ഉള്ള ഒരു വർഷമാണ് ഈ പിറക്കാൻ പോകുന്നത്. ഉത്രംകാരെ സംബന്ധിച്ചിടത്തോളം ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു നേടും എന്നാണ് കാണാൻ സാധിക്കുന്നത്. കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങൾ നടക്കും. പങ്കാളി മൂലം ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളികൾ, ഭാര്യ അല്ലെ ഭർത്താവൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ പങ്കാളി ആരാണോ അവർ മുഖാന്തരം ഇവർക്ക് ചില സന്തോഷങ്ങൾ, ജീവിതത്തിന് ഏറ്റവും വഴിത്തിരിവാകുന്ന ചില കാര്യങ്ങൾ ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. രാഷ്ട്രീയം, പൊതുപ്രവർത്തനം, കല, സാഹിത്യം, സാംസ്കാരികം, കായികം ഇങ്ങനെയൊക്കെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ വാനോളം പ്രശസ്തി നേടുമെന്ന, ഇന്ന് വരെ ജീവിതത്തിൽ ഇല്ലാത്ത രീതിയിൽ ഉത്രംകാർക്ക് പ്രശസ്തി വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. മക്കളെ ഓർത്തുള്ള ആശങ്കകളൊക്കെ ഒരുപാടുള്ളവരാണ് ഈ ഉത്രംകാർ അച്ഛനമ്മമാരെന്ന് പറയുന്നത്. അതൊക്കെ മാറും. കാര്യം മക്കളുടെ ജീവിതത്തിലൊക്കെ ഒരു ഉയർച്ച വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുള്ളവർക്ക് ആ ആരോഗ്യ പ്രശ്നങ്ങൾ, അനാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറി ജീവിതത്തിൽ ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും എല്ലാ ഐശ്വര്യവും നേടിയെടുക്കുന്ന ഒരു വർഷം കൂടാണ് ഉത്രം നക്ഷത്രത്തിന് കാണുന്നത്. ഉത്രം നക്ഷത്രക്കാർ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിനടുത്ത് ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കണം. ഭഗവതിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. ഭഗവതിയുടെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഐശ്വര്യം കൊണ്ടുതരുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രം വീട്ടിനടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുക. ഭദ്രകാളി അമ്മയുടെ കൃപയാൽ ജീവിതത്തിലെ ദോഷങ്ങളൊക്കെ മാറി നിൽക്കും. ദോഷങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നിങ്ങൾ ഏൽക്കാൻ പോകുന്ന ദോഷം എന്ന് പറയുന്നത് ശത്രുദോഷമാണ്. ശത്രുദോഷം വല്ലാതെ കടുപ്പിക്കും. പല രീതിയിൽ ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകും. ജോലിസ്ഥലത്ത്, നിങ്ങൾ ഏർപ്പെടുന്ന മേഖലയിൽ, നിങ്ങളുടെ അയൽവക്കത്ത്, എന്തിനു പറയുന്നു, സ്വന്തം കുടുംബ ബന്ധങ്ങളിൽ പോലും ശത്രുവിൻ്റെ ശല്യം ഉണ്ടാകുന്ന ഒരു വർഷമാണ്. അപ്പം അതൊക്കെ ഒഴിവായി പോകാൻ വേണ്ടിയാണ് ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഭദ്രകാളി അമ്മയ്ക്ക് എല്ലാ മാസവും നിങ്ങൾ രക്തപുഷ്പാഞ്ജലി നടത്തണം. ആ രക്തപുഷ്പാഞ്ജലി പ്രസാദം എല്ലാ മാസവും വീട്ടിൽ കൊണ്ടുവന്ന് വെക്കണം. അത് മുടക്കരുത്. 12 മാസവും ചെയ്താൽ അതിൻ്റെ ഗുണം ജീവിതത്തിൽ അനുഭവിച്ചറിയുകയും ചെയ്യുന്നതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്തംകാർ മഹാഗണപതി ഭഗവാനെ വിടാതെ പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ നക്ഷത്ര ദേവനാണ്. അതിലെല്ലാം ഉപരി ഈ ഒരു 1202 ആണ്ടിലെ ഫലങ്ങൾ നോക്കുമ്പം നിങ്ങളെ രക്ഷിച്ചു നിർത്താൻ പോകുന്നത് മഹാഗണപതിയാണ് എന്നുള്ളതാണ്. ഗുണവും ദോഷവും കാണുന്ന ഒരു വർഷമാണ് അത്തം നക്ഷത്രക്കാർക്ക്. അത്ര ഗംഭീരമെന്നും എന്നാൽ അത്ര മോശമൊന്നും പറയാൻ സാധിക്കാത്ത ഒരു നക്ഷത്രമാണ് അത്തം നക്ഷത്രം. ഗുണദോഷ സമ്മിശ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആദ്യമായിട്ട് ഗുണപരമായിട്ടുണ്ടാവുന്നത് കർമ്മരംഗത്തുള്ള ചില നേട്ടങ്ങളാണ്. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നോ അതിലൊക്കെ നിങ്ങൾക്ക് വിജയിച്ചു വരാനായിട്ട് സാധിക്കുന്നതാണ്. അതിൽ നിന്ന് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ചില അധികാര സ്ഥാനങ്ങൾ കയ്യേറാനുള്ള അവസരമൊക്കെ നിങ്ങളെ തേടി വരുന്നതായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ അത്തംകാർ എടുത്തുചാട്ടം കുറയ്ക്കണം എന്നുള്ളതാണ്. പലപ്പോഴും എടുത്തുചാട്ടവും ചില ദേഷ്യവും ഇവരുടെ ജീവിതത്തിൽ വലിയ ചില വിനകൾ, വലിയ ചില കേസ് കുരുക്കുകളിൽ ചെന്ന് പെടാനുള്ള സാധ്യതകൾ കാണുന്ന ഒരു സമയം കൂടാണ്. അപ്പം മനസ്സിലാക്കിക്കോ, ഒരു നേട്ടമുണ്ട്, അതുപോലെ തന്നെ ഒരു ദോഷമുണ്ട്. നേട്ടം എന്താ? തൊഴിൽപരമായിട്ട് നല്ല മികച്ച അല്ലെങ്കിൽ കർമ്മ മേഖലയിൽ മികവുറ്റതായിട്ട് നിൽക്കുകയാണ്, പേരും പ്രശസ്തിയും ഉണ്ട്. അതേസമയം തന്നെ ചില വിനകൾ വന്ന് അത് കേസും വഴക്കും ആവാനും അല്ലെങ്കിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളിൽ പഴി കേൾക്കാനും ഒക്കെയുള്ള ഇട വരും എന്നുള്ളത്. അതുകൊണ്ട് എടുത്തുചാട്ടം, ദേഷ്യം കൊണ്ട് ചില പ്രതികരണങ്ങൾ, ഇതൊക്കെ ഒന്ന് അത്തംകാർ കൺട്രോൾ ചെയ്യണം. പൊതുവേ അത്തംകാർ വലിയ ദേഷ്യംകാരാണ്.
അപ്പോൾ ഒന്ന് പ്രത്യേകം ഇത് ശ്രദ്ധിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ വിനയാവും. നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ ഒറ്റമൂലി പരിഹാരം പറഞ്ഞു തരാം ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട്. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നടത്തിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമായിട്ടാണ് അത്തത്തിന് കാണാൻ സാധിക്കുന്നത്. ഏർപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ മികവുറ്റ രീതിയിൽ കാര്യങ്ങൾ നടത്തിയെടുക്കാനും പൂർത്തീകരിക്കാനും സാധിക്കുന്നുണ്ട്. എങ്കിലും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ മനസ്സിൽ കാണുമ്പം അവർ മാനത്ത് കാണും. പല തടയും നിങ്ങളുടെ ജീവിതത്തിലിടും. പല ഇടങ്കോലും ഇട്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നശിപ്പിച്ച് കളയാനായിട്ട് അല്ലെങ്കിൽ മുടക്കി കളയാനായിട്ടൊക്കെയുള്ള ശ്രമവും അത്തരത്തിൽ ഉണ്ടാകുന്നതാണ്. അലർജി, ഭക്ഷ്യവിഷബാധ പോലെയുള്ള കാര്യങ്ങളൊന്നും ഏൽക്കാതിരിക്കാനായിട്ട് അത്തംകാർ ശ്രദ്ധിക്കണം. സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ട് എന്നുണ്ടെങ്കിലും ചെലവും അതുപോലെ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് മുടക്കമില്ലാതെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ നടന്നു പോകും. പക്ഷേ എന്നിരുന്നാലും ചില ദോഷങ്ങൾ കാണുകയും ചെയ്യുന്ന സമയമാണ്. അപ്പം അത്തംകാർക്ക് ഗുണവും ദോഷവും സമ്മിശ്രമാണ് ഈ വർഷം. അത്തം നക്ഷത്രക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ പുതുവർഷം 1-ാം തീയതി, ചിങ്ങം 1-ാം തീയതി അല്ലെ ചിങ്ങ ആദ്യത്തെ ആഴ്ച തീരുന്നതിന് മുമ്പ് അമ്പലത്തിൽ പോയി ഗണപതി ഭഗവാന് ഒരു കറുകമാല ചാർത്താൻ പറയണം കേട്ടോ. ഒരു കറുകമാല ചാർത്തി പറ്റിയാൽ ഒരു 5 നാളികേരം വാങ്ങിച്ച് ഭഗവാൻ ഉടച്ച് എല്ലാ വിഘ്നങ്ങളെയും തച്ചുടച്ചുകൊണ്ട് പുതുവർഷത്തിലേക്ക് കടക്കുക. അത് നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഒരു വർഷത്തെ ഫലം നൽകുകയും ചെയ്യുന്നതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു ചിത്തിരക്കാരനോ ചിത്തിരക്കാരിയോ ഉണ്ടെങ്കിൽ അവരോട് പറയണം, ഒരു കാരണവശാലും ശിവക്ഷേത്രത്തിൽ പോകാതിരിക്കരുത് എന്നുള്ളത്. പറ്റിയാൽ ഒരു മാസം 2 തവണ വേണമെങ്കിലും ശിവക്ഷേത്രത്തിൽ പോയി തൊഴാൻ പറയണം. ഏറ്റവും കുറഞ്ഞതാകട്ടോ പറയുന്നത്. എന്നും പോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കുറഞ്ഞത് ഒരു മാസത്തിൽ 2. കാര്യം 1202-ാം ആണ്ട് വിശകലനം ചെയ്യുമ്പം ഇത്രയും ദോഷമുള്ള വേറൊരു നക്ഷത്രം ഇല്ല എന്നുള്ളതാണ്. ഇത്രയും ദോഷമുള്ള വേറൊരു നക്ഷത്രമില്ല. ഭഗവാനല്ലാതെ ദേവന്മാരിൽ ദേവനായ, നാഥന്മാരിൽ നാഥനായ സാക്ഷാൽ മഹാദേവൻ പൊന്നുതമ്പുരാൻ ശ്രീ പരമേശ്വരൻ, നമ്മുടെ സ്വന്തം ശിവനച്ഛൻ അല്ലാതെ ചിത്തിര നക്ഷത്രക്കാരെ രക്ഷിച്ചു നിർത്താൻ മറ്റൊരു ദേവനില്ല എന്നുള്ളതാണ്. ദോഷം കഷ്ടകാലം പോലെ കടന്ന് കറങ്ങിയടിക്കും കേട്ടോ. പല രീതിയിൽ പരീക്ഷണങ്ങളുണ്ടാവും. കുടുംബത്തിലെ മംഗളകാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോകും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിച്ചിറങ്ങിയിട്ട് അതൊന്നും എങ്ങും എത്താതെ പോകും. വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തടസ്സം വന്ന് തടുത്തിട്ട് ആകെ മനപ്രയാസം ഉണ്ടാക്കും. കടം, ബാധ്യത, പണയം പോലെയുള്ള കാര്യങ്ങൾ വരിഞ്ഞു മുറുക്കും. അതുപോലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, മക്കളെ കൊണ്ട് ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾ, ദുഃഖങ്ങളൊക്കെ അച്ഛനമ്മമാരായിട്ടുള്ള ചിത്തിരക്കാർക്ക് വരാൻ സാധ്യതയുണ്ട്. മനപ്രയാസങ്ങൾ കൂടുന്ന ഒരു സമയമാണ്. ഈ ദോഷങ്ങളെല്ലാം കേട്ട് പേടിക്കേണ്ട കേട്ടോ ചിത്തിരക്കാർ. ശിവഭഗവാൻ ഞാൻ ഈ പറയുന്ന വഴിപാട് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് ഈശ്വര ഓം നമഃശിവായ ചൊല്ലി മുന്നോട്ട് പോകൂ. ഒരു ദോഷവും നിങ്ങളെ തൊടത്തില്ല എന്നുള്ളതാണ്. പരമശിവന്റെ അനുഗ്രഹത്തിൻ്റെ ഒരു കണികയെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന മൂലം, നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഈശ്വര വിളി മൂലം നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളെ തൊടാൻ സാധിക്കില്ല. കഷ്ടകാലവും ഗ്രഹങ്ങളും ഒക്കെ 4 വഴിക്ക് ഓടും. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയും. എല്ലാവരും വീട്ടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ വരുന്ന 12 മാസവും ചിത്തിരക്കാർ അവിടെ പിൻവിളക്ക് തെളിയിച്ചിരിക്കണം എന്നുള്ളതാണ്. ശിവപാർവതി സമന്വയത്തിൻ്റെ ലക്ഷണമാണ്, അല്ലെങ്കിൽ സൂചനയാണ് പിൻവിളക്ക് എന്ന് പറയുന്നത്. പ്രപഞ്ചനാഥനായ മഹാദേവനും ശക്തി സ്വരൂപിണി അമ്മ മഹാമായ ശ്രീപാർവതിയും ചേരുന്നതാണ് പിൻവിളക്ക് എന്ന് പറയുന്നത്. ആ പിൻവിളക്ക് ചിത്തിരക്കാർ ശിവക്ഷേത്രത്തിൽ തെളിയിക്കണം. 12 മാസവും പിൻവിളക്കിന് രസീതാക്കി എല്ലാ മാസവും കൃത്യമായിട്ട് മുടങ്ങാതെ പോയി അത് ചെയ്യിക്കണം. നിങ്ങളെ രക്ഷിച്ച് നിർത്താൻ ശിവപാർവതിമാർക്കേ സാധിക്കുള്ളൂ. മഹാദേവന് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഭഗവാനും ഭഗവതിയും ചേരുമ്പോൾ അതിൻ്റെ ശക്തി ഇരട്ടിയാകും എന്നുള്ളതാണ്. അതിൻ്റെ പൂർണ്ണതയിലെത്തും എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ദോഷങ്ങളുണ്ടല്ലോ ഇല്ലെന്നുണ്ടെങ്കിൽ കിടന്ന് വലയ്ക്കും എന്നുള്ളതാണ്. ചിത്തിരക്കാർ മക്കളൊക്കെയുള്ള അച്ഛനമ്മമാരുണ്ട് എന്നുണ്ടെങ്കിൽ മക്കളെ നോക്കി നിൽക്കരുത്. നിങ്ങൾ തന്നെ മുൻകൈ എടുത്തത് ചെയ്യുക. ചിത്തിര രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ കൂടെ വേണം. ഞാൻ ഈ പറഞ്ഞ പിൻവിളക്ക് ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിച്ചങ്ങ് മുന്നോട്ട് പോയാൽ മതി, സർവം ഗംഭീരമാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ്. ഒരുപാട് അനുഭവിച്ചവരാണ് ചോദിക്കാരെന്ന് പറയുന്നത്. ഒരുപാട് സങ്കടങ്ങൾ ചോദിക്കാർ എന്നെ കാണാൻ വരുന്നവരടുത്തൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് ചില കാര്യങ്ങളൊക്കെ. ഇന്ന പോലെയല്ലേ, കരഞ്ഞുകൊണ്ട് പറഞ്ഞതെല്ലാം ശരിയാണ്. ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് സങ്കടങ്ങൾ ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ല തിരുമേനി എന്ന് പറയും. ആ ഒരവസ്ഥയാണ് ചോദിക്കാരുടെ. പക്ഷേ സന്തോഷം എന്തെന്നാൽ ആ ദുഃഖങ്ങളെല്ലാം ഈ വർഷം തീരും എന്നുള്ളതാണ്. ജീവിതം ഒന്ന് ഐശ്വര്യത്തിൻ്റെ കൊടുമുടി കയറാൻ പോവുക കേട്ടോ. ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ മാറാൻ പോവുകയാണ്.
ഏറ്റവും ശുഭഫലമുള്ള ഒരു നക്ഷത്രമാണ് ഈ 1202 ആണ്ടിൽ ചോതി നക്ഷത്രം എന്ന് പറയുന്നത്. സാമ്പത്തിക നേട്ടമുണ്ടാവും, ആയുരാരോഗ്യ സൗഖ്യമുണ്ടാവും, മനപ്രയാസങ്ങൾക്ക് അവസാനമുണ്ടാകും, തടസ്സങ്ങൾ നീങ്ങി വഴി തെളിയും എന്നുള്ളതാണ്. ഒരു വഴി അടയുമ്പം 9 വഴി ചോദിക്കാരുടെ മുന്നിൽ ഈശ്വരൻ തെളിയിക്കും എന്നുള്ളതാണ്. അതിനെല്ലാം കാരണമായി വരുന്നത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നുള്ളതാണ്. ചോദിക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറയണം കേട്ടോ. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ചോദിയെ രക്ഷപ്പെടുത്തുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകൾ മൂലം ജീവിതത്തിൽ പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ പറ്റും. ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾക്കൊക്കെ സാമ്പത്തിക ഉയർച്ച വഴി നേട്ടങ്ങളുണ്ടാകും. സ്ത്രീകൾ ചോതി നക്ഷത്രക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും വഴിത്തിരിവാകുന്ന, ഇവർ സ്വപ്നം കണ്ടതിനേക്കാളൊക്കെ വലിയ സൗഭാഗ്യം വന്നു ചേരും. ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ തീർന്ന് ജീവിതം ഒന്ന് പച്ച പിടിക്കുന്ന കാലമാണ് 1202 ആണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചോദിക്കാർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകണം. ഭഗവാന് തുളസിമാലയും പാൽപ്പായസവും 1 ചിങ്ങം 1 നടത്തിയാൽ ഗംഭീരമായി. ചിങ്ങം 1 പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആഴ്ചയായാലും ചെയ്യുക എന്നുള്ളതാണ്. ചോതി നക്ഷത്രം രക്ഷപ്പെടും. ഇതെൻ്റെ വാക്കാണ്, ഭഗവാൻ സാക്ഷി നിർത്തി പറയുന്നു. ചോതി നന്നായി വരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖക്കാർക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു വിധത്തിലൊക്കെ അങ്ങ് പോയി എന്നുള്ളതേ പറയാനുള്ളൂ. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കരയേണ്ട മുഹൂർത്തങ്ങളും ഒക്കെ വിശാഖക്കാരുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരയേണ്ടി വന്നവരാണ് വിശാഖം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ഒറ്റപ്പെട്ടു പോയവരാണ് വിശാഖം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും മറ്റുള്ളവരാൽ മാറ്റി നിർത്തപ്പെടുകയും ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പലരുടെയും പുച്ഛവും പരിഹാസവും കേൾക്കേണ്ടി വന്നവരുമാണ് വിശാഖം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ആ വിശാഖക്കാരുടെ ജീവിതത്തിൽ സാക്ഷാൽ മണികണ്ഠൻ അയ്യപ്പസ്വാമി അവതരിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പസ്വാമിയുടെ കൃപയാൽ ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരാൻ പോവുകയാണ്. 1202 ആണ്ട് തൊഴിൽപരമായിട്ട് നല്ല വിജയങ്ങൾ നേടുന്നത് കാണുന്നുണ്ട്. വിദ്യ കൊണ്ട് വിജയം നേടുന്നത് കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് ഉയർച്ച, സ്ഥാനക്കയറ്റം, പ്രശംസ, അംഗീകാരം, അവാർഡ് ഇതൊക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. വീട് വസ്തു അല്ലെങ്കിൽ വീട് മോടി പിടിപ്പിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ, വിലപ്പെട്ട ചില കാര്യങ്ങൾ, വാഹനങ്ങൾ ഇതൊക്കെ വാങ്ങാനായിട്ടുള്ള യോഗവും തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വിശാഖം നക്ഷത്രത്തിന് കഷ്ടപ്പാടും ദുഃഖങ്ങളും നീങ്ങി ഐശ്വര്യം വരുന്ന ഒരു വർഷമാണ്. ജീവിതത്തിൽ ഒരുപാട് പുച്ഛിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തവരുടെ മുന്നിലൂടെ വിശാഖം നക്ഷത്രം വിജയിച്ച് തല ഉയർത്തി നടക്കുന്ന ഒരു വർഷം കൂടിയാണ് വന്നു ചേരാൻ പോകുന്നത്. പോലീസ്, രക്ഷാസേന, പൊതുപ്രവർത്തകർ ഇവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. സ്ഥാനമാനങ്ങൾ, അധികാര സ്ഥാനങ്ങൾ, ഉയർന്ന പദവികൾ ഇതൊക്കെ ലഭിക്കാനായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് യോഗം കാണുന്നുണ്ട് എന്നുള്ളതാണ്. കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തങ്ങളുടെ കഴിവ് തെളിയിക്കാനും അതിലൂടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ നേടിയെടുക്കാനുമുള്ള യോഗം വിശാഖം നക്ഷത്രത്തിന് കാണുന്നുണ്ട് എന്നുള്ളത് കൂടെ പറഞ്ഞുകൊള്ളട്ടെ. അപ്പം നിങ്ങളുടെ വീട്ടിൽ വിശാഖക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, കലാകായികമായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അരങ്ങേറ്റം കുറിക്കാനൊക്കെ ഏറ്റവും നല്ല വർഷമാട്ടോ. അധികം വൈകിപ്പിക്കേണ്ട. ഒരു ചിങ്ങം, കന്നി, ഒരു തുലാം, വൃശ്ചികം ഈ ഒരു സമയത്ത് അങ്ങ് ചെയ്യിക്കുന്ന ഏറ്റവും നന്നായിരിക്കും. വലിയ വിജയങ്ങൾ വരാൻ പോവുകയാണ്. ഗുരുസ്ഥാനീയരായിട്ടുള്ള ചിലരിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കലാകായിക സാഹിത്യ രംഗത്തൊക്കെ അംഗീകാരങ്ങൾ ഇവരെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നിങ്ങനെ വേണ്ട സമസ്ത മേഖലയിൽപ്പെട്ടവർക്കും വിശാഖം നക്ഷത്രത്തിന് നേട്ടം കൊയ്യുന്ന ഒരു വർഷമായി ഈ 1202 ആണ്ട് മാറുന്നു എന്നുള്ളതാണ്. 1202 ആണ്ടിൽ ഏറ്റവും വലിയ പ്രത്യേകത വിശാഖം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ അയ്യപ്പസ്വാമിയുടെ ഒരു കൃപയുണ്ട് എന്നുള്ളതാണ്. അയ്യപ്പൻ്റെ ഒരു കൃപയാൽ ജീവിതത്തിൽ വഴിത്തിരിവുകളുണ്ട്. അയ്യപ്പസ്വാമി അനുഗ്രഹിച്ച് നിൽക്കുന്ന സമയമാണ്. ശബരിമല പോകാൻ പറ്റുന്നവരൊക്കെ ശബരിമല പോകണം കേട്ടോ. അയ്യപ്പസ്വാമിയെ പോയി കണ്ടു തൊഴണം. വീട്ടിൽ അയ്യപ്പസ്വാമിയുടെ ഒരു ചിത്രം വെച്ച് അതിന് മുന്നിൽ വിളക്ക് വെക്കുന്നതും ആ ഒരു വീടിനും വിശാഖം നക്ഷത്രക്കാർക്കും ഐശ്വര്യം കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. ഇപ്പോൾ വിശാഖക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിനടുത്ത് അയ്യപ്പസ്വാമിയുടെ അമ്പലം എവിടാണോ ഉള്ളത്, അയ്യപ്പസ്വാമിക്ക് ഒരു വെള്ളഹാരം സമർപ്പിക്കണം. എന്താണ് വെള്ളഹാരം എന്ന് പറഞ്ഞാൽ വെളുത്ത പൂക്കൾ കൊണ്ട് കെട്ടിയ മാലയാണ് വെള്ളഹാരം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വെള്ളഹാരം അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച് പറ്റിയാൽ അയ്യപ്പസ്വാമിക്ക് ഒരു പായസവും കൂടെ നടത്താവുന്നുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരമായി എന്നുള്ളതാണ്. ഇപ്പോൾ വിശാഖക്കാർ എവിടാണോ അയ്യപ്പൻ്റെ കോവിലുള്ളത് വീട്ടിനടുത്ത് അവിടെ പോയി വെള്ളഹാരവും അതുപോലെ തന്നെ അയ്യപ്പസ്വാമിക്ക് ഒരു പായസവും കൂടെ കഴിപ്പിക്കുക. സർവം ഗംഭീരമാകും. ഇത് ഭഗവാൻ സാക്ഷി നിർത്തി പറയുന്നു, നന്നായി വരും
വിശാഖം നക്ഷത്രം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഇവരുടെ കുറേ കാലങ്ങളെന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യുക, ഫലമൊന്നുമില്ലാതിരിക്കുക എന്നൊരവസ്ഥയായിരുന്നു അനിഴം നക്ഷത്രത്തിന് കാണാൻ സാധിച്ചുകൊണ്ടിരുന്നത്. കഷ്ടപ്പെടാനുള്ളതെല്ലാം കഷ്ടപ്പെടുന്നുണ്ട് തിരുമേനി, പക്ഷേ ജീവിതത്തിൽ എങ്ങും എത്തുന്നില്ല എന്നൊരവസ്ഥയാണ് അനിഴം നക്ഷത്രത്തിനുണ്ടായിരുന്നത്. ശരിയാണോ? അനിഴംകാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. ആ ഒരു അവസ്ഥയ്ക്ക് വലിയൊരു മാറ്റം ഈ പിറക്കാൻ പോകുന്ന 1202 ആണ്ട് കൊണ്ടുവരാൻ പോവുകയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിനടുത്ത് ശ്രീകൃഷ്ണൻ്റെ അമ്പലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അനിഴംകാർ ഉറപ്പായിട്ടും അവിടെ പോയി നാരായണ ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴണം കേട്ടോ. പറ്റുമെങ്കിൽ അനിഴം നക്ഷത്രക്കാർ ഗുരുവായൂരപ്പനെ ഗുരുവായൂർ പോയി കണ്ട് തൊഴുത് പ്രാർത്ഥിക്കണം കേട്ടോ. കാര്യം ഗുരുവായൂരപ്പനും ഏറ്റവും പ്രസാദിച്ച് നിൽക്കുന്ന സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. 1202 ആണ്ട് ശ്രീകൃഷ്ണ കൃപയാൽ അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് യോഗങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. വിവാഹയോഗം, സന്താനയോഗം, വീട് വയ്ക്കാനുള്ള യോഗം, വാഹനയോഗം, വസ്തുവകകൾ സ്വന്തമാക്കാനുള്ള യോഗം എന്നു വേണ്ട ഐശ്വര്യ യോഗങ്ങളുടെ ഒരു വലിയ സമയമാണ് അനിഴം നക്ഷത്രത്തിന് വന്നു ചേരാൻ പോകുന്നത്. ഇഷ്ട തൊഴിൽ ലബ്ധി ഉണ്ടാകും, തൊഴിലിൽ ഉയർച്ചയുണ്ടാകും, സ്ഥാനമാനങ്ങൾ കൈവരും എന്നുള്ളതും കാണാൻ സാധിക്കുന്നുണ്ട്. വീട് പണിയാനായിട്ട്, വീട് നിലവിലുള്ളത് അറ്റകുറ്റപ്പണികൾ നടത്തി മോടി പിടിപ്പിക്കാനായിട്ട് ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട് എന്നുള്ളതാണ്. ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ചില ഭാഗ്യ അനുഭവങ്ങളൊക്കെ അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും കേട്ടോ. ചില ആളുകൾ വഴി, ചില വ്യക്തികളുടെ ഇടപെടൽ വഴി, ചില പ്രത്യേക രീതിയിലുള്ള ചില സന്ദർഭങ്ങൾ വഴിയൊക്കെ വലിയ ഭാഗ്യ സൗഭാഗ്യങ്ങൾ അനിഴം നാളുകാരെ തേടി വരും കേട്ടോ. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന അനിഴംകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ വിജയം നേടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പുണ്യസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ, ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതൊക്കെ ശുഭകരമായിട്ട് വരും. സന്തോഷം നൽകുന്ന യാത്രകളായിട്ടും ഈശ്വരാനുഗ്രഹം നിറയ്ക്കുന്ന യാത്രകളായിട്ടും വന്ന് ഭവിക്കുകയും ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. വീട്ടിനടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ശ്രീകൃഷ്ണസ്വാമിക്ക് പോയി തീർച്ചയായിട്ടും ഒരു ഭാഗ്യസൂക്തം ഭഗവാന്റെ നടക്കൽ ചെയ്യണം കേട്ടോ. ഒരു മഞ്ഞഹാരവും കൂടെ സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ ഗംഭീരമായി, അത് ഈ 1-ാം തീയതി തന്നെ, ചിങ്ങം 1-ന് തന്നെ പോയി ചെയ്യാമെങ്കിൽ ഇരട്ടി ഫലമാണെന്നാണ് പറയുന്നത്. എന്താണ് മഞ്ഞഹാരം? മഞ്ഞപ്പൂക്കൾ കൊണ്ട് കെട്ടിയ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട മഞ്ഞമാല അഥവാ മഞ്ഞഹാരം സമർപ്പിക്കുക, ഭഗവാനെ പോയി കണ്ട് തൊഴുക, ഒരു ഭാഗ്യസൂക്തം ആ നടക്കൽ നടത്തുക, ഐശ്വര്യമായിട്ട് പ്രസാദം സ്വീകരിക്കുക, വരിക, സർവം ഗംഭീരമായി കിട്ടും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാരായ സ്ത്രീയോ പുരുഷനോ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ദോഷ സമയമാണ്, ശ്രദ്ധിക്കാൻ പറയണം. വീട്ടിനടുത്ത് ഭദ്രകാളി ക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഞാൻ പറയുന്ന വഴിപാട് നിർബന്ധമായിട്ടും ചെയ്യാനായിട്ട് പറയണം. കാരണം കഷ്ടകാലം കിടന്ന് കറങ്ങി അടിക്കുകയാണ് തൃക്കേട്ട നക്ഷത്രത്തിന് എന്ന് പറയുന്നത്. തൃക്കേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 5 മാസം, അതായത് ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം പറക്കുന്നത് വരെയുള്ള 5 മാസക്കാലം ഇവരെ സംബന്ധിച്ചിടത്തോളം, തൃക്കേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദോഷ സമയമാണ്. പല രീതിയിലുള്ള അപകടങ്ങൾ, ചില അപവാദങ്ങൾ കേൾക്കാനുള്ള സാധ്യത, കലഹം മൂലം സമാധാനം പോകുന്ന ഒരവസ്ഥ, കുടുംബ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ, സന്താനങ്ങൾക്ക് ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാകുന്നത് മൂലമുള്ള മനപ്രയാസങ്ങൾ, പല കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിച്ചിട്ട് ഒന്നും നടക്കാതെ തിരിച്ചു വരേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ വഴി മുടങ്ങിപ്പോകുന്ന ഒരവസ്ഥ, എല്ലാം കിട്ടിയെന്ന് ആഗ്രഹിച്ചെടുത്ത് നല്ല എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞു എന്ന് ആഗ്രഹിച്ചെടുത്തുനിന്ന് ഒന്നും ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ, ഇതൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. വളരെ വലിയ ഡിസപ്പോയിൻമെൻറ്റുകൾ അല്ലെങ്കിൽ വല്ലാതെ നിരാശരായി പോകുന്ന ചില സന്ദർഭങ്ങൾ ഒക്കെ വരുന്നതായിട്ട് തൃക്കേട്ട നക്ഷത്രത്തിന് കാണുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ ദോഷങ്ങൾ ഒഴിവായി പോകാൻ ഞാൻ നിങ്ങൾക്കൊരു ഒറ്റമൂലി പരിഹാര മാർഗം പറഞ്ഞു തരാം. അതേ ഉള്ളൂ നിവൃത്തി എന്ന് പറയുന്നത്. തൃക്കേട്ടയ്ക്ക് ഒരുപാട് ദോഷങ്ങൾ കാണുന്ന ഒരു വർഷമാണ് 1202 ആണ്ട് എന്ന് പറയുന്നത്. വീട്ടിൽ തൃക്കേട്ടക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ പറഞ്ഞ് വീട്ടിനടുത്തുള്ള ഭദ്രകാളി അമ്പലത്തിൽ വിടുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ എല്ലാ മാസവും, ഇവിടുന്ന് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എല്ലാ മാസവും, ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം കഴിയുന്നത് വരെയുള്ള എല്ലാ മാസവും ഭദ്രകാളി അമ്മയ്ക്ക് നിങ്ങൾ ഗുരുതി പുഷ്പാഞ്ജലി നടത്തണം. ഗുരുതിയല്ല, ഗുരുതി വേറെ, ഗുരുതി പുഷ്പാഞ്ജലി വേറെ. ഗുരുതി പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ നമുക്ക് നടത്തി തരുന്ന ഒരു പുഷ്പാഞ്ജലി, ഒരു അർച്ചന പ്രസാദമാണ്.
അതെല്ലാ മാസവും നിങ്ങളുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് തൃക്കേട്ടക്കാർ നടത്തണം. വീട്ടിൽ തൃക്കേട്ടക്കാർ പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഇതൊന്നും കാര്യമായിട്ട് എടുക്കത്തില്ല. ദോഷങ്ങൾ വന്ന് കിടന്ന് അനുഭവിക്കുമ്പോഴായിരിക്കും ഇതിനെപ്പറ്റി അറിയുന്നത്. അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ വരാതിരിക്കാനായിട്ട് ഭദ്രകാളി അമ്മയെ ശരണം പ്രാപിക്കുക. അച്ഛനമ്മമാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് ഗുരുതി പുഷ്പാഞ്ജലി ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുക. വീട്ടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ ഈ ഒരു വർഷം ആരംഭിക്കുമ്പം ചിങ്ങം 1-ാം തീയതിയോ മറ്റോ പോയിട്ട് ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂടെ ഇവരുടെ തൃക്കേട്ടക്കാരുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് ശിവക്ഷേത്രത്തിൽ ചെയ്യുക. എങ്കിലേ ഈ ദോഷങ്ങൾ മാറി നിൽക്കുള്ളൂ, എങ്കിലേ കാര്യങ്ങൾ ഭദ്രമായിട്ട് മുന്നോട്ട് പോവുള്ളൂ, ദോഷം വരാതിരിക്കട്ടെ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പിറക്കാൻ പോകുന്ന 1202-ാം ആണ്ട് ഇവർക്ക് ഭാഗ്യത്തിൻ്റെ വർഷമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ഭാഗ്യ അനുഭവങ്ങൾ മൂലം നക്ഷത്രക്കാരെ തേടി വരുമെന്ന് സാരം. ജീവിതത്തിൽ പരീക്ഷണമെന്നും അല്ലെങ്കിൽ റിസ്ക് എന്നും ഒക്കെ പറഞ്ഞ് ഇവരെടുക്കുന്ന പല തീരുമാനങ്ങളും ഇവർക്ക് ഭാഗ്യമായി വരുന്ന ഒരു കാലമാണ്. മഹാലക്ഷ്മി പ്രീതി വേണ്ടുവോളമുള്ള നക്ഷത്രമാണ് മൂലം നക്ഷത്രം എന്ന് പറയുന്നത്. ജീവിതത്തിലെ കഷ്ടപ്പാട് തീരാൻ പോവുക കേട്ടോ. മഹാലക്ഷ്മി പ്രസാദിച്ചിരിക്കുകയാണ്. മഹാലക്ഷ്മി പ്രസാദിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ദാരിദ്ര്യ ദുഃഖ ദുരിതങ്ങൾ തീർന്ന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും ഇവർക്കും ഇവരുള്ള താമസിക്കുന്ന വീടിനും വന്നു ചേരാൻ പോവുകയാണ്. വീട്ടിൽ മൂലം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരോട് പറയണം, വീട്ടിനടുത്ത് എവിടെയെങ്കിലും മഹാലക്ഷ്മി പ്രതിഷ്ഠയുള്ള, മഹാലക്ഷ്മി മുഖ്യ പ്രതിഷ്ഠയാവണമെന്നില്ല, ഉപപ്രതിഷ്ഠ ആയാലും മതി, ഉള്ള ക്ഷേത്രം ഉണ്ടെങ്കിൽ പോയി തൊഴാൻ പറയണം. മഹാലക്ഷ്മി ദേവിക്ക് ചുവന്ന പൂക്കൾ കൊണ്ട് കെട്ടിയ മാല സമർപ്പിക്കാൻ പറയണം. അല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെ മാല, ഏറ്റവും കേമമാണ് മഹാലക്ഷ്മിക്ക്. മുല്ലപ്പൂ മാല ഭഗവതിക്ക് സമർപ്പിക്കാൻ പറയണം. സമർപ്പിച്ച് ഈ ഒരു ചിങ്ങം പറക്കുന്ന സമയത്ത് അങ്ങ് തൊഴുതോണം കേട്ടോ. വേറെ ഒന്നുമല്ല, മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഭഗവതി നിമിത്തം വന്നു ചേരും എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളൊക്കെ മൂലംകാർ ഇപ്പം നിലവിൽ അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ, മനപ്രയാസങ്ങൾ, ജീവിതം മൊത്തത്തിൽ ഒരു വഴിപിഴച്ചു പോയൊരവസ്ഥ ഒക്കെ നേരിടുന്ന മൂലംകാരുണ്ട്. പലപ്പോഴും മനസ്സാഗ്രഹിക്കുന്നിടത്ത് കാര്യങ്ങൾ ചെയ്ത് എത്തിക്കാൻ പറ്റുന്നില്ല. എല്ലാം മനസ്സിൽ പ്ലാനായിട്ടുണ്ട്. പലതും ചെയ്യണമെന്നുണ്ട്, പലതും ചെയ്ത് ജീവിതത്തെ ഒന്ന് കരുപ്പിടിപ്പിച്ചെടുക്കണമെന്നുണ്ട്. പക്ഷെ ചെയ്തു വരുന്ന സമയത്ത് കയ്യിൽ നിന്ന് ഓരോന്നായി വഴുതി പോകുന്ന ഒരവസ്ഥ മൂലംകാർക്കുണ്ട്. അതൊക്കെ മാറാൻ പോവുക കേട്ടോ. ഈ മൂലംകാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഭാഗ്യമെന്ന് പറയാം കേട്ടോ. ഇവരുടെ ജീവിതത്തിൽ അത്തരത്തിൽ ഒരുപാട് ശുഭാനുഭവങ്ങൾ, ഒരുപാട് നല്ല നിമിത്തങ്ങളൊക്കെ വന്നു ചേരാൻ പോവുക. വാഹനം, വീട്, വസ്തുവകകൾ, വീട് മോടി പിടിപ്പിക്കുക പോലെയുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഇവരുള്ള വീടുകളിൽ സംഭവിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള യോഗം കാണുന്നുണ്ട്. മാതാവ് അല്ലെങ്കിൽ മാതാവിൻ്റെ കുടുംബം വഴി ചില ഐശ്വര്യങ്ങൾ മൂലം നക്ഷത്രക്കാർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ധനപരമായിട്ട് ക്ലേശങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. കടബാധ്യതകളൊക്കെ കൊടുത്തു തീർക്കാനും സാമ്പത്തികമായിട്ടൊരു അച്ചടക്കമോ അടിത്തറയോ ഉണ്ടാകാനും സാധ്യതയും കാണുന്നുണ്ട്. വിവാഹ യോഗമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കല്യാണമൊക്കെ നടക്കാതിരിക്കുന്ന മൂലം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഈശ്വരനായിട്ട് തുറന്നു തരുന്നതായിരിക്കും. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ചിങ്ങം കഴിഞ്ഞ് കഴിയുമ്പം തുടങ്ങാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് ഏറ്റവും ശുഭകരമായിട്ടുള്ള അനുഭവമാണ്. മൊത്തത്തിൽ മൂലം നക്ഷത്രത്തിന് ഐശ്വര്യത്തിൻ്റെ ഒരു വർഷമാണ് വരാൻ പോകുന്നത്. ധൈര്യമായിരിക്കും. എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും ഭഗവതി തീർത്തു തരും. മഹാലക്ഷ്മിയാണ് പ്രസാദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന വെറുതെയാകില്ല എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാടംകാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ശനിദോഷങ്ങളൊക്കെ തീർന്ന് ജീവിതം ഒന്ന് പച്ച പിടിക്കാൻ പോകുന്ന വർഷമാട്ടോ ഈ വരാൻ പോകുന്നത്. ഒരുപാട് ശനിദോഷ ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ ഒക്കെ അനുഭവിക്കുന്ന നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം എന്ന് പറയുന്നത്. പൂരാടക്കാർക്ക് ആ ശനി ക്ലേശങ്ങൾ തീരുകയാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും പൂരാടം നക്ഷത്രക്കാർ ശിവഭഗവാനെ പ്രാർത്ഥിക്കണം കേട്ടോ. കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദോഷങ്ങൾ തീർന്നു വരുമ്പം ശിവപ്രീതി നിങ്ങളെ അനുഭവിച്ചതിൻ്റെ ഇരട്ടിക്ക് ഐശ്വര്യത്തിൽ കൊണ്ടുവന്ന് വെക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചവരാണ് പൂരാടംകാർ. നിലവിൽ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഈ കർക്കിടകം കഴിയും വരെ ഒരുപാട് ദുരന്തങ്ങളൊക്കെ ജീവിതത്തിലുള്ളവരാണ് ഈ പൂരാടം നക്ഷത്രക്കാർ. അതൊക്കെ തീർന്ന് ജീവിതം ഒന്ന് പച്ച പിടിച്ച് തുടങ്ങുന്ന വർഷമായിരിക്കും ഈ 1202-ാം ആണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശിവഭജനം മുടക്കരുത് എന്ന് പറഞ്ഞത്. ഐശ്വര്യം കിട്ടിത്തുടങ്ങുമ്പം നമുക്ക് ശിവഭഗവാന്റെ പ്രാർത്ഥനയിലൂടെ ആ ഈശ്വരാധീനവും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ വിജയങ്ങൾ വലിയ വലിയ വിജയങ്ങളായി മാറാനുള്ള സാധ്യത കാണുന്ന ഒരു സമയം കൂടാണ്.
നിങ്ങളുടെ വീട്ടിലൊരു നിങ്ങളുടെ വീട്ടിലൊരു പൂരാടം നക്ഷത്രക്കാരനോ ഒരു പൂരാടം നക്ഷത്രക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം, വീട്ടിനടുത്ത് ശിവക്ഷേത്രത്തിൽ പോകണം. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും, ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ ഒരിക്കൽ പോകാമല്ലോ. എല്ലാ മാസവും ഒരു തീയതി വെച്ചിട്ട് കൃത്യമായിട്ട് ആ ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാന് കൂവളമാല സമർപ്പിച്ച് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കണം. പറ്റിയാൽ ഭഗവാൻ ഒരു ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക, അല്ലെങ്കിൽ ഒരു മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു പുഷ്പാഞ്ജലിയും കൂടെ കഴിപ്പിച്ച് ഭഗവാനെ തൊഴാൻ പറയണം. ഏത് കാര്യം ചെയ്യുമ്പോഴും ഏത് കാര്യത്തിനിറങ്ങുമ്പോഴും ഓം നമഃശിവായ ചൊല്ലിക്കൊണ്ടിറങ്ങുക. ഇറങ്ങുന്ന കാര്യം വിജയിച്ചു വന്നിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മഹാദേവനെ കാണുക. ഏത് കാര്യത്തിന് എന്താ ഉള്ളി തട്ടി പറയുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ട്. പൂരാടം നക്ഷത്രക്കാർ ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഓം നമഃശിവായ ചൊല്ലുന്നത് ശീലമാക്കൂ. വേറെ ആരെയും കേൾപ്പിക്കേണ്ട, മനസ്സിൽ ചൊല്ലി മുന്നോട്ട് പോകൂ. ഇവിടുന്ന് അങ്ങോട്ട് വെച്ചടി കയറ്റമായിരിക്കും ഫലം എന്ന് പറയുന്നത്. ആയുരാരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വേറെ വലിയ ദോഷങ്ങളൊന്നും കാണാത്ത നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം എന്ന് പറയുന്നത്. എല്ലാം മംഗളമായി വരും. എന്തെങ്കിലും വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിരിക്കെ, എൻ്റെ നാവ് പൊന്നാകും, ഭഗവാൻ അനുഗ്രഹിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടംകാർ കുറച്ച് വലയുന്ന ലക്ഷണമാണ് 1202 കാണാൻ സാധിക്കുന്നത്. വിഷമിക്കേണ്ട, വലയുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒറ്റമൂലി പരിഹാരം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ചെയ്തങ്ങ് മുന്നോട്ട് പോയാൽ മതി എന്നുള്ളതാണ്. നിർബന്ധമായിട്ടും വീട്ടിനടുത്ത് ഭഗവതി ക്ഷേത്രം ഉണ്ടെങ്കിൽ, അതേത് ഭഗവതി ഭാവമായാലും കുഴപ്പമില്ല, അതിപ്പം ദുർഗാഭാവം ആയാലും കുഴപ്പമില്ല, ഭദ്രാഭാവം ആയാലും കുഴപ്പമില്ല, മഹാകാളി ഭാവം ആയാലും കുഴപ്പമില്ല, വനദുർഗാഭാവം ആയാലും കുഴപ്പമില്ല, ദേവിയുടെ ഭഗവതിയുടെ ഏത് ക്ഷേത്രമാണോ വീട്ടിനടുത്തുള്ളത് ആ ഭഗവതി ക്ഷേത്രത്തിൽ എത്രയും വേഗം ചുവന്ന പട്ട് സമർപ്പിക്കണം കേട്ടോ. ചുവന്ന പട്ടും രക്തഹാരവും സമർപ്പിച്ച് ഭഗവതിയെ തൊഴണം. അത് ചിങ്ങം 1-ാം തീയതി പോയി തൊഴാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെ ചിങ്ങത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയായാലും വേണ്ടില്ല. കാരണം കഷ്ടകാലം കറങ്ങി അടിച്ച് വലയ്ക്കുന്ന നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം എന്ന് പറയുന്നത്. കുടുംബത്തിൽ എന്നും സ്വസ്ഥത കുറവായിരിക്കും. ഈ ഉത്രാടംകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെ ചുറ്റിപ്പറ്റി ആ വീട്ടിൽ എന്നും എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ, ദുരിതങ്ങൾ, വിഷമങ്ങൾ, ഇവരെ ഓർത്ത് മറ്റുള്ളവർക്കുണ്ടാകുന്ന മനപ്രയാസം, അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചില സങ്കട അവസ്ഥകൾ, ഇതൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പല തീരുമാനങ്ങളും ജീവിതത്തിൽ എടുത്തത് പാളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പല റിസ്ക് പിടിച്ച തീരുമാനങ്ങളും, ദൈവമേ ഇതാണല്ലോ ഏറ്റവും നിർണായകം എന്ന് കരുതി എടുക്കുന്ന തീരുമാനങ്ങൾ വിചാരിച്ച പോലെ റിസൾട്ട് തരാത്ത, അല്ലെങ്കിൽ വിചാരിച്ച പോലെ വന്നു ചേരാത്തൊരവസ്ഥയൊക്കെ ഉത്രാടം നക്ഷത്രത്തിനുണ്ട്. ഒരുപാട് യാത്രകൾ ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് അപകടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അസമയത്തുള്ള യാത്രകൾ ഒക്കെ ചെയ്യുന്നവർ, അല്ലെങ്കിൽ അതുപോലുള്ള തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉത്രാടംകാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റൊന്നും കൊണ്ടല്ല, കഷ്ടകാലം ഇങ്ങനെ കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഉത്രാടത്തെ സംബന്ധിച്ചിടത്തോളം. ഏതാണ്ട് ഈ 1202 ഒരു പകുതിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം കാര്യങ്ങൾക്ക് മാറ്റമുണ്ട് എന്നുണ്ടെങ്കിലും അതിനു മുമ്പുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയുള്ള വലച്ചിൽ കാരണം ഒരു കൃത്യമായ മാറ്റം ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് കാണാനില്ല. ഉത്രാടം നക്ഷത്രക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. നിർബന്ധമായിട്ടും ഉത്രാടം നക്ഷത്രക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിനടുത്ത ഭഗവതി ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞ പട്ട് സമർപ്പിച്ച് രക്തഹാരം സമർപ്പിച്ച് ഭഗവതിയെ തൊഴണം. എല്ലാ മാസവും മുടങ്ങാതെ ഭഗവതി ക്ഷേത്രത്തിൽ നിങ്ങൾ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കണം കേട്ടോ. രക്തപുഷ്പാഞ്ജലി കഴിപ്പിച്ച് ഭഗവതിയെ പ്രാർത്ഥിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ദോഷങ്ങൾ, അനർത്ഥങ്ങളായിരിക്കും ഫലം എന്ന് പറയുന്നത്. അപ്പോൾ ഉത്രാടമാണ് ഈ നക്ഷത്രം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണംകാരെ സംബന്ധിച്ചിടത്തോളം ഗുണങ്ങൾ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ട്. ഗുണങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവർ കുറേ കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ദോഷങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ ഈ ഗുണങ്ങളെയൊക്കെ തച്ചുടയ്ക്കുന്ന രീതിയിൽ ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷഫലം നോക്കുന്ന സമയത്ത് നല്ലതുമുണ്ട് ചീത്തയുണ്ട് എന്നുള്ളൊരു അവസ്ഥയിലാണ് തിരുവോണം നക്ഷത്രം നിൽക്കുന്നത്. ദോഷമെന്ന് കേൾക്കുമ്പോൾ ആരും പേടിക്കേണ്ട, ഞാൻ ഒറ്റമൂലി പരിഹാരം പറഞ്ഞുതരാം. അത് ചെയ്തങ്ങ് മുന്നോട്ട് പോവുക. ഗുണപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാകായിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയം കേട്ടോ. ഒരുപാട് പേര്, പ്രശസ്തി, അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങൾ, അനുമോദനങ്ങൾ ഒക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പഠിക്കുന്ന മക്കൾക്ക് നല്ല സമയമാണ്. വിദ്യ കൊണ്ട് വിജയം നേടുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. പഠിച്ച് നല്ല മികച്ച മാർക്കൊക്കെ നേടി മികച്ചവനായി മികച്ചവളായി മുന്നോട്ട് വരാനുള്ള ഒരു അവസരമൊക്കെ കാണുന്നുണ്ട്. തൊഴിൽ രംഗത്തൊക്കെ നല്ല രീതിയിലുള്ള ഉയർച്ച കാണുന്നുണ്ട്. തൊഴിൽപരമായിട്ട് പല രീതിയിൽ തൻ്റെ പ്രാവീണ്യവും കഴിവും തെളിയിക്കാനായിട്ടൊക്കെയുള്ള സാധ്യതയും കാണുന്ന ഒരു സമയമാണ്.
പിന്നെ വിവാഹ കാര്യങ്ങളൊക്കെ നടക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിവാഹ സാധ്യത കാണുന്നുണ്ട്, പ്രണയസാഫല്യം കാണുന്നുണ്ട്. ഈ മക്കളൊക്കെ ഇല്ലാതെ വിഷമിക്കുന്ന തിരുവോണംകാരൊക്കെ ഉണ്ടെങ്കിൽ സന്താന ഭാഗ്യം കാണുന്നുണ്ട്, അതിനുള്ള യോഗമൊക്കെ ഉണ്ട്. ഒരുപാട് നാളായിട്ട് മക്കളില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന തിരുവോണം നാളുകാരുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടാവുമെന്ന് കാണാൻ കൃത്യമായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. സന്താന ഭാഗ്യം ഉണ്ടാവും. അതുപോലെ തന്നെ പഴയ വാഹനം കൊടുത്ത് പുതിയ വാഹനം വാങ്ങുക, പഴയ വീട് മോടി പിടിപ്പിച്ച് പുതിയ വീട് നിർമ്മിക്കുക, ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് ജീവിതത്തിൽ. അതൊക്കെ വളരെയധികം സൗഭാഗ്യമായിട്ടുള്ള കാര്യമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ചില കേസുകളുമായിട്ട് ബന്ധപ്പെട്ട്, കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് ചില പരാജയങ്ങളൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില സ്വത്ത് തർക്കങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അത്തരം തർക്കങ്ങളിൽ പരാജയം വന്ന് ഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിതാവ് മൂലം അല്ലെങ്കിൽ പിതാവിൻ്റെ കുടുംബം മൂലം ചില മനസമാധാനക്കേട്, ചില അസ്വാരസ്യങ്ങളൊക്കെ ഇവർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അത്തരത്തിൽ തർക്കങ്ങൾ, വഴക്കുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാത്തിലും ഉപരി ശത്രുക്കൾ ഒരുപാട് ഉണ്ടാവും കേട്ടോ. തിരുവോണംകാർക്ക് ശത്രുക്കളെ കൊണ്ട് പൊറുതി മുട്ടുമെന്നാണ് പറയാൻ സാധിക്കുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും, നിൽക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും നടക്കുന്നിടത്തും ഒക്കെ ശത്രുക്കളായിരിക്കും. തൊഴിലിടത്തിൽ, അയൽവക്കത്ത്, ജീവിതത്തിൽ ഏർപ്പെടുന്ന മേഖലകളിൽ ചിലപ്പോൾ നമ്മൾ പോലും അറിയത്തില്ല ഇവർക്കൊക്കെ എന്തിനാണ് നമ്മളോട് ശത്രുത എന്നുള്ളത്. ആ രീതിയിൽ ശത്രുതാ മനോഭാവത്തിൻ്റെ ഒരു കാഠിന്യം അറിയാനുള്ള സാധ്യതയും തിരുവോണംകാരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. തിരുവോണംകാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും തിരുവോണംകാരെടുത്ത് പറയണം, മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ പോയി സുദർശന പുഷ്പാഞ്ജലി ചെയ്യാൻ പറയണം. ഇവരുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് അങ്ങനെ സുദർശന പുഷ്പാഞ്ജലി ചെയ്യുന്ന സമയത്ത് ഭഗവാന് ഒരു നല്ല തുളസിമാല കൂടി സമർപ്പിക്കാനായിട്ട് പറയണം. ഒരു തുളസിമാലയെ സമർപ്പിച്ച് എത്രയും വേഗം പറ്റിയാൽ കർക്കിടക അവസാന വാരം, അല്ലെങ്കിൽ ചിങ്ങം തിരു 1-ാം തീയതി ദിവസം, അല്ലെങ്കിൽ ചിങ്ങത്തിൻ്റെ ആദ്യത്തെ ഒരാഴ്ചയ്ക്കകത്ത് സുദർശന പുഷ്പാഞ്ജലിയും തുളസിമാലയും വിഷ്ണു അമ്പലത്തിൽ, മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ ചെയ്യാൻ പറയണം. ഇല്ലെങ്കിൽ ഈ ദോഷങ്ങളൊക്കെ കറങ്ങിയടിക്കും. സുദർശന പുഷ്പാഞ്ജലി ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കവചമായി നിൽക്കും, സർവം ഗംഭീരമായി കിട്ടുകയും ചെയ്യും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം എന്ന് പറയുന്നത് 1202 ആണ്ട് എന്ന് പറയുന്നത് ഒരുപാട് നഷ്ടങ്ങളുടെ വർഷമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കേൾക്കുമ്പം വിഷമിക്കേണ്ട, നഷ്ടങ്ങളൊക്കെ ഒഴിവായി പോകാനായിട്ട് ഞാൻ പരിഹാര മാർഗം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ചെയ്തങ്ങ് പോയാൽ മതി, ഒരു നഷ്ടവും സംഭവിക്കില്ല. അതിനുള്ള കവചം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, അവിട്ടം നക്ഷത്രക്കാർ ശിവഭജനം മുടക്കരുത് കേട്ടോ. നിങ്ങളെ ഈ ആപത്തിൽ നിന്നെല്ലാം രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സാക്ഷാൽ പൊന്നു മഹാദേവൻ, പൊന്നു തമ്പുരാൻ മാത്രമാണ് എന്നുള്ളതാണ്. ശിവഭജനം മുടക്കരുത്. ശിവക്ഷേത്രം വീട്ടിനടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുക. മാസത്തിൽ ഒരു 2 തവണയെങ്കിലും ശിവഭഗവാനെ പോയി ദർശിച്ച് കുറച്ച് നേരം ആ തിരുനടയിലിരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഒരു വഴിപാട് പറഞ്ഞു തരാം, അതും കൂടെ നിങ്ങൾ ചെയ്യണം. അത് പറയുന്നതിന് മുമ്പ് ഫലങ്ങൾ കേട്ടോളൂ. അവിട്ടം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വീടുമായിട്ട് ബന്ധപ്പെട്ട്, ഗൃഹവുമായിട്ട് ബന്ധപ്പെട്ട് കലഹങ്ങൾ, വീട്ടിൽ മനസ്സമാധാനക്കുറവ്, വീട്ടിലെന്നും പ്രശ്നങ്ങളും, അല്ലെങ്കിൽ വീട്ടിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും അടുത്ത ആളുകൾ തമ്മിൽ, അച്ഛനും മകനും തമ്മിൽ, അച്ഛനും മകളും തമ്മിൽ, അല്ലെങ്കിൽ മകളും അമ്മയും തമ്മിൽ, അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ ഒക്കെ കലഹങ്ങളും എന്താ പറയുന്നത്, വിഷമകരമായിട്ടുള്ള മാനസിക അവസ്ഥയും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ അവിട്ടംകാർക്ക് അവരുടെ വീട്ടിൽ ഒരു സമാധാനം കിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുതിയ വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തടസ്സങ്ങളാകട്ടോ. വീട് വെക്കണം, പുതിയ സംരംഭങ്ങൾ തുടങ്ങണം, എന്തെങ്കിലും പുതുതായിട്ട് ചെയ്തിറക്കണമെന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ചെന്ന് പിടിക്കുന്നതൊക്കെ പുലിവാലായി മാറും എന്നുള്ളതാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, വഴക്കുകൾ ഇതൊക്കെ വരാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. വരവിൽ കൂടുതൽ ചിലവ്, അതായത് വരുന്നത് 5 ആണെന്നുണ്ടെങ്കിൽ 10ൻ്റെ ചിലവ് വന്നുകൊണ്ടിരിക്കും. ഒരു 5 രൂപ മിച്ചം പിടിക്കാമെന്ന് വെച്ചാൽ ഒരു രീതിയിലും പറ്റാത്തൊരവസ്ഥ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈശ്വരാധീനമൊക്കെ നിങ്ങൾ കൂട്ടി വെക്കണം കേട്ടോ. ഈ ക്ഷേത്ര ദർശനങ്ങൾ നടത്തണം, ശിവഭജനം മുടക്കരുത്. വീട്ടിൽ വിളക്ക് എല്ലാ ദിവസവും കത്തിക്കാൻ പറ്റുമെങ്കിൽ കത്തിച്ച് ഓം നമഃശിവായ ചൊല്ലി പ്രാർത്ഥിക്കണം. ആ ഓം നമഃശിവായ ആയിരിക്കും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പോകുന്നത് എന്ന് പറയുന്നത്. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ശിരസ്, ത്വക്ക്, രക്തം, ഇത് മൂന്നുമായിട്ട് ബന്ധപ്പെട്ട ചില ആയുരാരോഗ്യ പ്രശ്നങ്ങൾ, അസുഖങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ മൂന്നിലേതെങ്കിലും ഒന്ന് വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. മക്കളിൽ നിന്ന് ചില ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മക്കളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ അവിട്ടം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ മക്കളിൽ നിന്ന് ചില ദുരനുഭവങ്ങൾ, വിഷമം ഉണ്ടാക്കുന്ന അവസ്ഥകൾ,
അവരുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ വല്ലാത്ത മനപ്രയാസത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നതാണ്. മക്കളെ ഓർത്ത് ഒരു രീതിയിലും സ്വൈരം കിട്ടില്ല എന്ന് സാരം. അതാണ് അവിട്ടം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ദോഷങ്ങളാണ് കൂടുതൽ എന്ന് പറഞ്ഞത്. ശിവഭഗവാന്റെ അമ്പലം, ശിവക്ഷേത്രം വീട്ടിനടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ അഘോര പുഷ്പാഞ്ജലി എല്ലാവരും ചെയ്യണം കേട്ടോ. കാര്യം ശത്രുദോഷം നല്ല കടുത്ത് കിടക്കുന്ന ഒരു സമയം കൂടെ. അവിട്ടംകാർക്ക് ഒരുപാട് ശത്രുതാ ദോഷങ്ങൾ ഉണ്ടാവും. അതുപോലെ ശിവക്ഷേത്രത്തിൽ എല്ലാ മാസവും മുടങ്ങാതെ ജലധാര നടത്തണം. വരുന്ന എല്ലാ മാസങ്ങളിലും, ഈ ചിങ്ങം കന്നി തുലാം തുടങ്ങി അങ്ങോട്ട് അടുത്ത ചിങ്ങം വരെയുള്ള ഒരു വർഷക്കാലം മുടങ്ങാതെ എല്ലാ മാസവും ശിവനച്ഛന് ജലധാര എഴുതിക്കണം. അത് ജലധാര എഴുതിച്ച് ജലധാര നടത്തി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാലേ ദോഷങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു നിൽക്കത്തുള്ളൂ. ഈ അഘോര പുഷ്പാഞ്ജലിയും നിങ്ങൾക്ക് കവചമായി നിന്ന് ദോഷങ്ങളെ പ്രതിരോധിച്ചു തരുന്നതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ്. ചതയംകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും ഐശ്വര്യം കിട്ടാൻ പോകുന്ന ഒരു ചിങ്ങപ്പുലരിയാണ് ഈ വരാൻ പോകുന്നത് എന്ന് പറയുന്നത്. ഒരുപാട് നാളായിട്ട് മനപ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനപ്രയാസങ്ങൾ തീരുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിൻ്റെ ഒരു വർഷം കൂടി പിറക്കാൻ പോവുകയാണെന്ന് സാരം. ഈ ഒരു ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾക്ക് സ്ഥാനമില്ലാത്തൊരവസ്ഥ, പരാജയങ്ങൾ ഇത്രയും കാലം ഉണ്ടായതൊക്കെ ഇന്ന് പാഠം പഠിച്ച് നിങ്ങൾ വിജയിച്ച് വരാൻ പോകുന്ന ഒരു സമയമാണ്. പുതിയ സംരംഭങ്ങൾ, പുതിയ തീരുമാനങ്ങൾ, പുതിയ ജീവിത വഴികൾ ഒക്കെ തിരഞ്ഞെടുക്കുന്നവർക്ക് ആ തിരഞ്ഞെടുക്കുന്ന മേഖലയിലൂടെ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. പ്രണയ സാഫല്യം ഉണ്ടാവും കേട്ടോ. പ്രണയ സാഫല്യം, വിവാഹ യോഗം ഒക്കെ കാണുന്ന വർഷമാണ്. ആരോഗ്യപരമായിട്ട് കാര്യങ്ങൾ, ഒരുപാട് വയ്യായ്മയൊക്കെ ഉള്ളവർക്ക് ആരോഗ്യ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബജീവിതത്തിൽ സന്തോഷാനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ശുഭകാര്യങ്ങൾ ജീവിതത്തിലും കുടുംബത്തിലും നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചതയംകാർ വീട്ടിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ വീടിന് നല്ല ഉയർച്ച കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഉയർച്ച കിട്ടും. ചതയംകാരുടെ ഒരു സാന്നിധ്യം അവർക്ക്, അവരുടെ സഹോദരങ്ങൾക്ക്, വീട്ടിലുള്ളവർക്ക് ഒക്കെ ഒരുപോലെ ഐശ്വര്യമായി മാറുകയും ചെയ്യും. നിങ്ങളുടെ വീട്ടിലൊരു ചതയംകാരനോ ചതയംകാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിനടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കാൻ പറയണം. ഭഗവാൻ നാരായണൻ്റെ ഒരു അനുഗ്രഹം ഇവർക്ക് വേണ്ടുവോളമുള്ള സമയമാണ് കേട്ടോ. ഒരു പാൽപ്പായസം കഴിപ്പിക്കണം ഭഗവാനെ തൊഴാൻ പോകുമ്പം. പറ്റിയാൽ ഭഗവാന് മഞ്ഞപ്പൂക്കൾ കൊണ്ടൊരു മാലയും ചാർത്താൻ പറയണം. ഗുരുവായൂർ അമ്പലം, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം എന്നിങ്ങനെ ശ്രീകൃഷ്ണസ്വാമിക്ക് പേരുകേട്ട ക്ഷേത്രങ്ങളിൽ ചതയംകാർ പോയി തൊഴുന്നതും ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു സമയമാണ്. ഭഗവാന്റെ അമ്പലത്തിൽ എവിടെ പോയി തൊഴുതാലും അതിൻ്റേതായ ഒരു വലിയ സൗഭാഗ്യ ഉയർച്ച ദർശനം കഴിഞ്ഞു വരുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി വന്ന് ഭവിക്കുന്നതും കാണാൻ സാധിക്കും. അത് ചതയംകാർക്ക് കിട്ടാൻ പോകുന്ന ഒരു വലിയ ഭാഗ്യമാണ്. ഭഗവാന്റെ അമ്പലത്തിൽ ഗുരുവായൂരൊക്കെ പോയി തൊഴാനായിട്ട് ഇതിലും ഗംഭീരമായിട്ടുള്ള ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിലില്ല. നന്നായി വരും. ജഗദീശ്വരൻ കൂടെയുണ്ട്. ഓം നമോ നാരായണായ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി ഈ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സമയമാറ്റമാണ് ഈ പിറക്കാൻ പോകുന്ന ഈ ഒരു ചിങ്ങമാസം എന്ന് പറയുന്നത്. എന്താണ് സമയമാറ്റം എന്ന് പറഞ്ഞാൽ, ഒരുപാട് ദോഷങ്ങൾ ജീവിതത്തിൽ തീരാൻ പോവുക കേട്ടോ. ഒരുപാട് കാര്യങ്ങളിൽ ഇവർ പ്രതിസന്ധിയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാര്യങ്ങളൊന്നും നടക്കാതെ എല്ലാം ഒന്നും മന്ദീഭവിച്ചൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥ ഇവരുടെ ജീവിതത്തിൽ നിലവിലുണ്ട്. നിങ്ങളുടെ വീട്ടിൽ പൂരുരുട്ടാതിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പല കാര്യങ്ങളും ഇവർ തുടക്കം കുറിച്ച് വെച്ചിട്ട് പാതി വഴിയിൽ നിൽക്കുകയാണ്. പലതും എങ്ങും എത്താതെ നിൽക്കുകയാണ്. പലതിലും പല രീതിയിലുള്ള കലഹങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പല കാര്യങ്ങളും മൊത്തത്തിലൊന്ന് മന്ദീഭവിച്ചു പോയ വല്ലാത്തൊരു മന്ദത ജീവിതത്തെ ബാധിച്ചായിട്ട് നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങ് ജീവിക്കുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷ പോലൊന്നും അല്ല ജീവിതം പോകുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും. അതിനൊക്കെ മാറ്റം ഉണ്ടാകാൻ പോവുക കേട്ടോ. കൃത്യമായിട്ടുള്ള കാര്യമാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ രോഗദുരിതങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ അവസാനിക്കാൻ പോവുകയാണ്. തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ അവസാനിക്കാൻ പോവുകയാണ്. ഒരുപാട് സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് മനസ്സിന് ശാന്തി കിട്ടുന്ന, എല്ലാത്തിലും ഉപരിയാണല്ലോ മനഃശാന്തി എന്ന് പറയുന്നത്, നമ്മൾ ജീവിക്കുന്നതിന് ആ ഒരു മനഃശാന്തി കിട്ടാൻ പോകുന്ന ഒരു വർഷമായിട്ടാണ് ഈ 1202 ആണ്ട് പിറക്കുന്നത്. ജോലി സംബന്ധമായിട്ട് ഉയർച്ച കിട്ടും. സന്താനങ്ങളുടെ അഭിവൃദ്ധി കാണാൻ സാധിക്കും. ധനപരമായിട്ട് നീക്കിയിരിപ്പ് അല്ലെങ്കിൽ മിച്ചം ഉണ്ടാകുന്ന ഒരു സമയം കൂടാണ്. ധനപരമായിട്ടൊരു അടിത്തറ വരുന്ന ഒരു വർഷം കൂടാണ് കാണാൻ സാധിക്കുന്നത്. രാഷ്ട്രീയം, പൊതുപ്രവർത്തനം ഈ മേഖലകളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നവർക്ക് അതിഗംഭീരമായിട്ടുള്ള വർഷമാണ്. പൂരുരുട്ടാതിക്കാർ വിജയം കൊയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടും തൊട്ടതെല്ലാം പൊന്നാക്കി തീർക്കുന്ന ഒരു നക്ഷത്രമായി
പൂരുരുട്ടാതി മാറുന്ന ഒരു വർഷത്തിലേക്കാണ് കാലെടുത്ത് വയ്ക്കാൻ പോകുന്നത്. പൂരുരുട്ടാതിക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം, വീട്ടിനടുത്ത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പോയി തൊഴുത് പ്രാർത്ഥിക്കാൻ പറയണം. എന്തുകൊണ്ടാണ് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോകാൻ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ ജീവിതത്തിൽ ഹനുമാൻ സ്വാമിയുടെ ഒരു കൃപ ഏറ്റവും കൂടുതൽ ദർശിച്ച് കാണാൻ സാധിക്കുന്ന, ജീവിതത്തിൽ അപ്രാപ്യമെന്ന് കരുതിയത് പലതും നേടാൻ സാധിക്കുന്ന ഒരു വർഷം കൂടാണ് ഈ വർഷം. അതെല്ലാം ഹനുമാൻ കൃപയാലാണ്. ഹനുമാൻ സ്വാമി പ്രസാദിച്ച് നിൽക്കുകയാണ്. പൂരുരുട്ടാതിക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 1202 ആണ്ടിൽ ഇവരെടുത്ത് പോയി തൊഴാൻ പറയണം. ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ ഭഗവാന് വെറ്റിലമാല ചാർത്തുന്നത്, ഭഗവാന് വടമാല ചാർത്തുന്നതൊക്കെ ഏറ്റവും വിശേഷമാണ്. പറ്റിയാൽ വെറ്റിലമാലയോ അല്ലെങ്കിൽ വടമാലയോ ചാർത്തി ഹനുമാൻ സ്വാമി തൊഴാൻ പറയണം. സർവം ഗംഭീരമായി കിട്ടും. വിട്ടുകളയല്ലേ. പൂരുരുട്ടാതിക്കാരുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിയെ തൊഴാൻ പറയണേ. ചിങ്ങം 1-ാം തീയതി അല്ലെങ്കിൽ ചിങ്ങമാസത്തിൽ ഏറ്റവും നല്ല തുടക്കമായിരിക്കും കേട്ടോ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതിക്കാർക്ക് കാര്യങ്ങൾ അത്ര ശുഭമെന്നും അത്ര മോശമെന്നും പറയാൻ പറ്റാത്ത ഒരു ഇടത്തരത്തിൽ നിൽക്കുന്ന ഒരു ഫലമാണ് ഈ ഒരു 1202 ആണ്ടിലേത് എന്ന് പറയുന്നത്. തൊഴിൽ സംബന്ധിച്ചൊക്കെ ഉത്രട്ടാതിക്ക് നല്ല നേട്ടങ്ങൾ കാണുന്നുണ്ട്. അതേസമയം ധനപരമായിട്ട് ആ മെച്ചമൊട്ട് ഇല്ലതാനും. ഇതാണ് ഉത്രട്ടാതിയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഉണ്ടോ ഉണ്ട്, ഇല്ലേ ഇല്ല, ഈ ഒരു രീതിയിലാണ് 1202 ആണ്ട് പോകുന്നത്. ഈ ദോഷങ്ങൾ അല്ലെങ്കിൽ ഒരു ഉയർച്ചയില്ലായ്മയൊക്കെ ഒഴിവാകാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഗംഭീരമായിട്ടൊരു ഒറ്റമൂലി വഴിപാട് പറഞ്ഞു തരാം കേട്ടോ. എല്ലാ ഉത്രട്ടാതിക്കാരും ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വീട്ടിനടുത്ത് ഗണപതി അമ്പലം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഗണപതി അമ്പലത്തിൽ പോവുക. അല്ലെങ്കിൽ ഗണപതി മഹാക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ ആയാലും മതി. ഇല്ലെങ്കിൽ ഗണപതി ഉപപ്രതിഷ്ഠയായാലും എല്ലാ മാസവും അവിടെ ചെയ്താലും മതി എന്നുള്ളതാണ്. എല്ലാ മലയാള മാസവും 1-ാം തീയതി വരുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഗണപതി അമ്പലത്തിൽ പോകണം. ഒന്നാമത്തേത് എന്ന് പറയുന്നത്, നിങ്ങളുടെ ശമ്പളം വന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് എടുത്ത് ഒരു 10-15 രൂപ കയ്യിൽ വെക്കുക. കുറച്ച് ചില്ലറ പൈസ, 10-15 രൂപയുടെ ചില്ലറ പൈസ വെക്കുക. നല്ല ഒരു നാളികേരം ഭഗവാൻ ഉടയ്ക്കാനായിട്ട് കയ്യിൽ വെക്കുക. ഇത് രണ്ടും കൂടാതെ ഒരു കറുകമാല കൂടി ഒന്നുകിൽ വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ടു പോവുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കടയിൽ നിന്ന് വാങ്ങി ചെയ്യുക. അങ്ങനെ ഈ 3 കാര്യങ്ങൾ, കറുകമാല, നാളികേരം, നാണയം, ഇത് 3ഉം തലയ്ക്കൊഴിഞ്ഞ്, അതായത് മാല തലയ്ക്കൊഴിയേണ്ട കാര്യമില്ല, നാളികേരം തലയ്ക്കൊഴിഞ്ഞ് ഉടയ്ക്കുക, അതുപോലെ തന്നെ നാണയം തലയ്ക്കൊഴിഞ്ഞ് ഭഗവാന് കാണിക്കയായിട്ട് സമർപ്പിക്കുക. ഈ കറുകമാല അവിടുത്തെ തിരുമേനിയുടെ കൈ കൊടുത്ത് ഭഗവാന് ചാർത്തുക. ഭഗവാന്റെ തിരുമുമ്പിൽ നിന്ന് ഓം ഗം ഗണപതയെ നമ 3 തവണ ചൊല്ലി ഏത്തവിട്ട് 12 തവണ ഏത്തവിട്ട് ഭഗവാനെ തൊഴുക. എല്ലാ മാസവും ഇത് ചെയ്യുക കേട്ടോ. ദോഷങ്ങളൊക്കെ പമ്പ അടക്കും. ഒറ്റ മൂലിയാണ് മഹാഗണപതിക്ക് നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. എല്ലാ ദോഷ ദുരിതങ്ങളും നീക്കി ഭഗവാൻ സർവ്വ ഐശ്വര്യം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതാണ്. വിട്ടുകളയരുത് കേട്ടോ. വീട്ടിലോ പരിചയത്തിലോ ഉത്രട്ടാതിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കണം. കാരണം ഒരു ശനിയുടെ കാലഘട്ടമൊക്കെ ഇവരെ ചെറുതായിട്ട് വലയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഏതാണ്ട് ഒരു ഒക്ടോബർ നവംബർ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും എല്ലാം മൊത്തത്തിലൊന്ന് ഗുണവും ദോഷവും ഇങ്ങനെ കലർന്ന് കിടക്കുന്ന ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒന്ന് ഉയർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ മാസവും ഇത് മുടങ്ങാതെ ചെയ്യും. ഒരു 2-3 മാസം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ആ ഒരു ഗണപതി കൃപ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എല്ലാ ദോഷങ്ങളിൽ നിന്നും ഭഗവാൻ മുന്നിൽ നിന്ന് നയിച്ച് നിങ്ങൾക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ മന്ദതയൊക്കെ ഒന്ന് മാറി ഉത്രട്ടാതിക്ക് ഐശ്വര്യങ്ങൾ വരാനായിട്ട്, ആ ഒരു യോഗം തെളിഞ്ഞു കിട്ടാനായിട്ട് ഈ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത്. വിദേശവാസ യോഗമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. വിദേശത്ത് പോകണം, ജോലി ചെയ്യണം, അല്ലെ പഠിക്കാനായി പോകണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. PSC പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് അതിലൊക്കെ ചില രീതിയിലുള്ള വിജയങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വിദ്യാപരമായിട്ടൊക്കെ നല്ല സമയമാണ് കാണുന്നത്. ആയുരാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. ശ്രദ്ധിക്കണം. വയ്യായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ ആശുപത്രിയിൽ പോവുക. വെച്ചിരുന്ന് വഷളാക്കരുത്. എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ചികിത്സ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഉത്രട്ടാതിക്കാരെ സംബന്ധിച്ചിടത്തോളം ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഗംഭീരമാണ്. വീട്ടിൽ വിളക്ക് വെച്ച് ഓം നമഃ ശിവായ ചൊല്ലുക. ദിവസവും ഭഗവാനെയും പ്രാർത്ഥിക്കുക. ശിവകൃപയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും സർവം ഗംഭീരമായി കിട്ടും. ഗണപതിക്ക് പറഞ്ഞ വഴിപാട് എല്ലാ മാസവും ചെയ്യണം. ചെയ്താൽ വെച്ചടി ഉയർച്ച അച്ചിട്ടായ കാര്യമാണ്. അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതിക്കാരെ സംബന്ധിച്ചിടത്തോളം 1202 ആണ്ട് ഈ ചിങ്ങം പിറക്കുന്നത് സൗഭാഗ്യത്തിൻ്റെ വർഷമായിട്ടാണ് കേട്ടോ.
രേവതിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനമാനങ്ങൾ, തൊഴിലിൽ ഉയർച്ച, പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ, ഉയർന്ന സ്ഥാനമാനങ്ങൾ കൈയാളാനുള്ള അവസരം, അധികാര സ്ഥാനങ്ങൾ കൈയാളാനുള്ള അവസരം, ഇതൊക്കെ രേവതി നക്ഷത്രത്തിന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ആ മേഖലയിൽ നമ്പർ 1 ആവുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ആ രീതിയിൽ മികച്ച നേട്ടം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. തൻ്റെ കഴിവ്, തൻ്റെ കഷ്ടപ്പാട്, അധ്വാനം ഇതെല്ലാം ഫലം ചെയ്ത് ഇവരുടെ പേരും പ്രശസ്തിയും ഇവരേർപ്പെടുന്ന മേഖലയിൽ ഏറ്റവും മികച്ചതാക്കി ഇവരെ തീർക്കുമെന്ന കാര്യം കാണാൻ സാധിക്കുന്നത്. കാര്യവിജയം ഉണ്ടാകും. ഏത് കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാലും ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളെ സഹായിച്ച് സർവം ഗംഭീരമാക്കി വരുന്ന കാര്യവിജയം ഉണ്ടാകുന്ന സമയം കാണാൻ സാധിക്കുന്നുണ്ട്. മക്കളെ ഓർത്ത് അഭിമാനിക്കാനായിട്ടുള്ള മുഹൂർത്തങ്ങൾ രേവതി നക്ഷത്രക്കാരായിട്ടുള്ള അച്ഛനമ്മമാർക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഭാവിക്ക് ഉതകുന്ന രീതിയിൽ പല തീരുമാനങ്ങളും എടുക്കുകയും ആ തീരുമാനങ്ങളൊക്കെ വിജയിച്ചു വരുന്ന ഒരവസ്ഥയും രേവതിക്കാരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ ഒരു തടസ്സവും കൂടാതെ പൂർത്തീകരിക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് അതെല്ലാം ഒരു പുഷ്പം പോലെ തീർത്ത് മുന്നോട്ട് പോയി അതെല്ലാം തീർക്കാനും സാധിക്കുന്നതാണ്. ഈ 1202 ആണ്ടിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യുന്ന ഒരു 5 നക്ഷത്രക്കാരെ പറഞ്ഞാൽ അതിലൊന്നായിരിക്കും ഈ രേവതി നക്ഷത്രം എന്ന് പറയുന്നത്. വിവാഹയോഗം, സന്താനയോഗം, വിദ്യാവിജയം, സന്താന സൗഭാഗ്യം, സന്താന സൗഖ്യം, ബിസിനസ് വിജയം എന്നിങ്ങനെ സമസ്ത മേഖലകളിലും വിജയത്തിൻ്റെ ഒരു ഭാവം കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിനടുത്ത് ദേവീക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ദുർഗാ ഭഗവതി ക്ഷേത്രം ഉണ്ടെങ്കിൽ പോയി പ്രാർത്ഥിക്കണം. ഭഗവതിക്ക് രക്തഹാരം സമർപ്പിച്ച്, ഭഗവതിക്ക് പറ്റുമെങ്കിൽ പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഏറ്റവും ഗംഭീരമായിരിക്കും. ചുവന്ന പട്ടും രക്തഹാരം, ചുവന്ന പൂക്കൾ കൊണ്ട് കിട്ടിയ മാലയും സമർപ്പിച്ച് തൊഴുന്നത് രേവതിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. രേവതിക്കാർ വീട്ടിലുണ്ടെങ്കിൽ പറയാൻ മറന്നുപോലെ നല്ല വർഷമാട്ടോ, നന്നായി വരും കുഞ്ഞുങ്ങൾ. രേവതിക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഭഗവതിയുടെ ഒരു പ്രസാദമുണ്ട്. സർവം ഗംഭീരമായി കിട്ടും. എൻ്റെ നാവ് പൊന്നായി തീരട്ടെ. അപ്പം ഇതാണ് 27ാമത്തെ നക്ഷത്രം. അപ്പം സമ്പൂർണ്ണ ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും കേട്ടു നോക്കൂ. കേട്ടിട്ട് നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഈ പിറക്കാൻ പോകുന്ന 1202 ആണ്ട് പുതുവർഷം, കൊല്ലവർഷം എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞതായി തീരട്ടെ. എൻ്റെ അമ്മ മഹാലക്ഷ്മി നിങ്ങളെയും കുഞ്ഞുങ്ങളെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഉള്ളിൽ തട്ടി പറയുന്നു. നന്ദി, നമസ്കാരം.